ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള സോഷ്യൽ സയൻസിലെ ഹിസ്റ്ററി പാർട്ടിൽ നിന്നുള്ള 6ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അതുപോലെ ലൈക്ക് എന്നിവ നൽകി നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുകകൂടി ചെയ്യുക. അപ്പോൾ നമ്മൾ 6ാമത്തെ ചാപ്റ്റർ ചോള നാട്ടിൽ നിന്നും ഡൽഹിയിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചോള നാട്ടിൽ നിന്നും ഡൽഹിയിലേക്ക് എന്നതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ഇവിടെ ഫസ്റ്റിലെ തന്നെ ഒരു പാരഗ്രാഫായിട്ട് ഒരു ഇൻസ്ക്രിപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നികുതി ഒടുക്കേണ്ട ഭൂമി രാജകേസരി എന്ന ആദവല്ലവൻ്റെ പേരിൽ വിളിക്കുന്നതായ മരക്കാലുകൊണ്ട് അളന്ന് നെല്ലായും കൂടാതെ സ്വർണമായും കാശായും നികുതി അടയ്ക്കേണ്ടതും അരുൾമൊഴി ദേവവളനാട് എന്നുകൂടി അറിയപ്പെടുന്ന തെൻകടുവായിലെ ഇങ്ക നാട്ടിലുള്ള പാലയൂർ ഗ്രാമം ജൈനക്ഷേത്രവും ഗുരുക്കന്മാരും ഉൾപ്പെടുന്നതാണ്. 12530 കലവും 2 തൂണിയും 1 കുറുണിയും 1 നാഴിയും നെല്ല് ഒരു രാജകേസരിയുടെ പേരിലുള്ള മരക്കാല് കൊണ്ട് അളന്ന് നികുതിയായി ഒടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് സൗത്ത് ഇന്ത്യൻ ഇൻസ്ക്രിപ്ഷൻസിൽ നിന്ന് എടുത്തിട്ടുള്ള അതിൽ വോളിയം 2 പേജ് 47-48 പറഞ്ഞിരിക്കുന്ന ഒരു ഇൻസ്ക്രിപ്ഷൻ, സൗത്ത് ഇന്ത്യൻ ഇൻസ്ക്രിപ്ഷനാണ് നമ്മളിവിടെ വായിച്ചത്. അപ്പോൾ ഇതിന് കുറച്ച് വിശദമായിട്ടുള്ള രൂപം ഇവിടെ തന്നിട്ടുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രത്തിൻ്റെ 2ാം നിലയിലെ തെക്കേ ഭിത്തിയിൽ കാണപ്പെട്ട രാജരാജ ചോളൻ്റെ ലിഖിതത്തിലെ ഏതാനും ഭാഗങ്ങളാണ് മുകളിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് എവിടെയാണ് ഈ സൗത്ത് ഇന്ത്യൻ ഇൻസ്ക്രിപ്ഷൻസ് കാണുന്നത്? തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രത്തിൻ്റെ 2ാം നിലയിലെ തെക്കേ ഭിത്തിയിൽ രാജരാജ ചോളൻ്റെ ലിഖിതത്തിലെ ഏതാനും ഭാഗമാണ് നമ്മളിവിടെ വായിച്ചത്. ഇതിൽ എന്തൊക്കെയാണ് പറയുന്നത്? രാജാവിൻ്റെ പേരിലുള്ള മരക്കാല് കൊണ്ട്, അതായത് മരക്കാൽ എന്ന് പറയുമ്പം ഒരളവ് പാത്രമാണ്, രാജാവിൻ്റെ പേരിലുള്ള ഒരളവ് പാത്രമാണ് ഈ മരക്കാൽ എന്ന് പറയുന്നത്. അപ്പം മരക്കാൽ കൊണ്ട് അളന്ന് നെല്ലായും സ്വർണമായും കാശായും നികുതി അടയ്ക്കേണ്ടതാണ്. അപ്പോൾ ഈ മരക്കാൽ കൊണ്ടാണ് നികുതി എന്ത് ചെയ്യുന്നത്? അളന്നെടുക്കുന്നത്. അത് നെല്ലായിട്ടോ സ്വർണമായിട്ടോ കാശായിട്ടോ ഈ നികുതി അടയ്ക്കേണ്ടതാണ്. തെൻകടുവായ് പ്രദേശത്തിൻ്റെ ഭാഗമായ ഇങ്ക നാട്ടിലെ പാലയൂർ ഗ്രാമത്തിൽ അളന്നത് പ്രകാരം ഇത്രയും സ്ഥലത്ത് ജൈനക്ഷേത്രവും ജൈന ഗുരുക്കന്മാരുടെ സമൂഹവും ഉൾപ്പെടുന്നു. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് പാലൈ നാട്ടിലെ, അതായത് ജൈനക്ഷേത്രവും ജൈന ഗുരുക്കന്മാരുടെ സമൂഹവും ഉൾപ്പെടുന്ന ഒരു പ്രദേശത്ത് നിന്ന് എന്ത് ചെയ്തു? 12530 കലവും 2 തൂണിയും 1 കുറുണിയും, അതായത് ഈ തൂണി കുറുണി എന്നൊക്കെ പറയുന്നത് ധാന്യം അളക്കാനുള്ള അളവിൻ്റെ പേരുകളാണ്. തൂണി, അതുപോലെ കുറുണി, നാഴി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ 1 നാഴിയും അളവിൽ നെല്ലാണ് ഇവിടെ നിന്ന് ലഭിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പ്രദേശത്ത് നിന്ന് കിട്ടുന്ന നെല്ലിൻ്റെ അളവാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് അളക്കേണ്ടത് രാജകേസരിയായ ആദവല്ലൻ്റെ, അതായത് ഈ ആദവല്ലൻ എന്നറിയപ്പെടുന്ന ചോള രാജാവ് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? രാജരാജ ചോളനാണ് ആദവല്ലൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ആദവല്ലൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ചോള രാജാവ് ആരാണ് എന്ന് ചോദിച്ചാൽ അതാരാണ്? രാജരാജ ചോളനാണ്. അപ്പോൾ അദ്ദേഹത്തെയാണ്, ആ രാജരാജ ചോളൻ്റെ പേരിലാണ്, ആദവല്ലൻ്റെ പേരിൽ വിളിക്കപ്പെടുന്ന മരക്കാല് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ നികുതിയൊക്കെ അളന്ന് തിട്ടപ്പെടുത്തി എടുക്കുന്നത്. CE 9ാം നൂറ്റാണ്ട് മുതൽ 13ാം നൂറ്റാണ്ട് വരെ ദക്ഷിണേന്ത്യയിൽ ഭരണം നടത്തിയിരുന്ന ചോളന്മാരുടെ രാജ്യത്തെക്കുറിച്ചാണ് ഈ ലിഖിതത്തിൽ വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ ചോളന്മാർ ദക്ഷിണേന്ത്യയിൽ ഭരണം നടത്തിയത് ഏത് നൂറ്റാണ്ടിലാണ്? ഏത് മുതൽ? CE 9ാം നൂറ്റാണ്ട് മുതൽ 13ാം നൂറ്റാണ്ട് വരെയാണ് ദക്ഷിണേന്ത്യയിലെ ചോളന്മാർ ഭരണം നടത്തിയിരുന്നത്. ചോള രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഇതിൽ പരാമർശിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി എന്താണ്? പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറയുന്നത് എന്താണ്? നികുതിയാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ പ്രധാന വരുമാനം നികുതിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം.
തഞ്ചാവൂരിന് ചുറ്റുമുള്ള ചോളമണ്ഡലമായിരുന്നു അവരുടെ ആസ്ഥാനം. അപ്പോൾ ചോളന്മാരുടെ ആസ്ഥാനം എവിടെയാണ്? ചോളമണ്ഡലമാണ് ചോളന്മാരുടെ ആസ്ഥാനം. ഈ ചോളമണ്ഡലം എന്ന് പറയുന്നത് എവിടെയാണ്? തഞ്ചാവൂരാണ്. തഞ്ചാവൂരിന് ചുറ്റുമുള്ള ചോളമണ്ഡലമാണ് ആരുടെ ആസ്ഥാനം എന്ന് പറയുന്നത്? ചോളന്മാരുടെ ആസ്ഥാനം. അതുപോലെ പല്ലവന്മാരിൽ നിന്നാണ് ചോള രാജാക്കന്മാർ അധികാരം പിടിച്ചെടുത്തത്. അപ്പോൾ പല്ലവന്മാരുടെ കൈവശം ഉണ്ടായിരുന്ന പ്രദേശത്താണ് അത് പിടിച്ചെടുത്താണ് അധികാരം സ്ഥാപിച്ചത്? നമ്മുടെ ചോളന്മാർ അധികാരം സ്ഥാപിച്ചത്. അക്കാലത്ത് ദക്ഷിണേന്ത്യയുടെ ഭൂരിഭാഗവും പ്രദേശങ്ങളും ചോള രാജാക്കന്മാരുടെ അധീനതയിലായിരുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ദക്ഷിണേന്ത്യയുടെ ഭൂരിഭാഗവും ആരുടെ അധീനതയിലുള്ള പ്രദേശങ്ങൾ? ചോളന്മാരുടെ അധീനതയിലുള്ള പ്രദേശങ്ങളായിരുന്നു. സാമൂഹിക സാമ്പത്തിക രംഗത്ത് സ്ഥിരത കൈവരിക്കാൻ ഇത് സഹായകമായി. അപ്പോൾ ധാരാളം പ്രദേശങ്ങളൊക്കെ ഇവരെന്ത് ചെയ്തു? പിടിച്ചടക്കിയത്. സാമൂഹിക സാമ്പത്തിക മേഖലയിൽ അവരുടെ സ്ഥിരത കൈവരിക്കാൻ സഹായിച്ചു. അപ്പോൾ അതായത് ചോളന്മാരുടെ രാജ്യമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ മഞ്ഞ കളറിലുള്ളതൊക്കെ എന്താണ്? ചോളന്മാരുടെ കൈവശമുണ്ടായിരുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഇതാണ് ചോള രാജ്യം. അതായത് കാഞ്ചീപുരം, ഗംഗൈകൊണ്ട ചോളപുരം, കാവേരി, നാഗപട്ടണം, മധുര ഇതൊക്കെ ഉൾപ്പെടുന്ന പ്രദേശമാണ് ചോളന്മാർക്ക് ഉണ്ടായിരുന്നത്. ഇനി ചോള രാജ്യത്തിൻ്റെ സമ്പൽ സമൃദ്ധിക്ക് ഏറ്റവും സഹായകമായ നദി ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ ഏതായിരുന്നു? കാവേരി നദിയായിരുന്നു. അപ്പോൾ കാവേരി നദിയാണ് ഈ ചോളന്മാരുടെ എന്തിന് കാരണമായത്? സമ്പൽ സമൃദ്ധിക്ക് ഏറ്റവും സഹായകമായത് കാവേരി നദിയാണ്. ഇനി അപ്പോൾ കാവേരി നദിയുടെ താഴ്വാരത്താണ് ചോള രാജ്യം സ്ഥിതി ചെയ്തിരുന്നത്. അപ്പോൾ ഈ ചോള രാജ്യം സ്ഥിതി ചെയ്തിരുന്നത് ഏത് ഭാഗത്താണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? നമ്മുടെ കാവേരി നദിയുടെ താഴ്വാരത്താണ് ചോള രാജ്യം സ്ഥിതി ചെയ്തിരുന്നത്. അതിനാൽ തന്നെ ആ പ്രദേശം വിഭവ സമൃദ്ധമായിരുന്നു. നമുക്കറിയാം നദീതീരങ്ങളിലൊക്കെ ഉള്ള പ്രദേശമെന്ന് പറയുന്നത് ഫലഭൂയിഷ്ടമാണ്. അതുപോലെ അല്ലെങ്കിൽ അവിടെ നന്നായിട്ട് കൃഷി വിളയുന്ന പ്രദേശമാണ് നദീതീരം എന്ന് പറയുന്നത്. അപ്പം ജനങ്ങളുടെ പ്രധാന തൊഴിൽ എന്തായിരുന്നു? കൃഷിയായിരുന്നു അല്ലേ? അതിനാൽ ഭൂരിഭാഗം ജനങ്ങളും ഗ്രാമങ്ങളിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ കൃഷിയിൽ ഇടപെട്ടത് കൊണ്ട് തന്നെ ആളുകളെല്ലാം കൂടുതൽ താമസിച്ചിരുന്നത് എവിടെയാണ്? ഗ്രാമങ്ങളിലാണ്. അവിടെ അവർ ഭക്ഷ്യധാന്യങ്ങൾ, അതുപോലെ പഴവർഗ്ഗങ്ങൾ, പയറ് വർഗ്ഗങ്ങൾ, കരിമ്പ്, വെറ്റില, അടയ്ക്ക, ഇഞ്ചി, മഞ്ഞൾ തുടങ്ങി വിവിധ തരം പൂക്കൾ എന്നിവ കൃഷി ചെയ്തു. അപ്പോൾ ഇവരെന്തൊക്കെയാണ് കൃഷി ചെയ്തത്? ധാരാളം ഭക്ഷ്യധാന്യങ്ങൾ കൃഷി ചെയ്തു. പഴവർഗ്ഗങ്ങളുണ്ടായിരുന്നു, പയർവർഗ്ഗങ്ങളുണ്ടായിരുന്നു, കരിമ്പ്, വെറ്റില, അടയ്ക്ക തുടങ്ങി ഇഞ്ചി, മഞ്ഞൾ അങ്ങനെ വിവിധ തരം പൂക്കൾ ഇതൊക്കെ കൃഷി ചെയ്തു. കൃഷിക്ക് ജലസേചനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയ ഭരണാധികാരികൾ വ്യത്യസ്തങ്ങളായ ജലസേചന സൗകര്യങ്ങൾ ഒരുക്കി. അപ്പോൾ ജലസേചനം ഏറ്റവും അനുയോജ്യമാണ് കൃഷിക്ക് എന്ത് വേണ്ടത്? ജലസേചന സൗകര്യം എന്ന് പറയുന്നത്. അത് ആരൊരുക്കി കൊടുത്തു? ഭരണാധികാരികൾ ജലസേചന സൗകര്യങ്ങളൊക്കെ ഈ കൃഷിക്കാർക്ക് ഒരുക്കി കൊടുത്തു. അവയിൽ കുളങ്ങൾ, ജലസംഭരണികൾ, കനാലുകൾ, കിണറുകൾ തുടങ്ങിയവ ഉൾപ്പെടുന്നു. അപ്പോൾ ജലസംഭരണികളിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? കുളങ്ങളുണ്ടായിരുന്നു, ജലസംഭരണികളുണ്ടായിരുന്നു, കനാലുകൾ, കിണറുകൾ തുടങ്ങി ഒരുപാട് ജലസേചന സൗകര്യങ്ങൾ ഭരണാധികാരികൾ ആളുകൾക്ക് എത്തിച്ചു കൊടുത്തു. ഇതിനു പുറമെ നദികൾക്ക് കുറുകെ തടയണ കെട്ടി വെള്ളം തടഞ്ഞ ശേഷം ആ ജലസംഭരണിയിൽ നിന്നും ചാലുകൾ കീറി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വെള്ളം എത്തിച്ചു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ അണക്കെട്ടുകളൊക്കെ എന്ത് ചെയ്തു? ഒരുപാട് സ്ഥലങ്ങളിൽ ജലസംഭരണിയൊക്കെ ഇവരെന്ത് ചെയ്തു? നിർമ്മിക്കുകയും അത് ചാലുകൾ കീറി ആ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. പ്രകൃതിദത്തമായ അരുവികൾ ഇല്ലാത്തിടത്ത് ഭീമാകാരങ്ങളായ കുളങ്ങൾ കെട്ടി അവയിൽ മഴക്കാലത്ത് വെള്ളം സംഭരിച്ചു. വെള്ളം വറ്റിപ്പോകാതെ സംരക്ഷിക്കപ്പെട്ട ഇത്തരം സംഭരണികൾ ഏരിപ്പട്ടി എന്നറിയപ്പെട്ടു. അപ്പോൾ നമ്മുടെ ചോള രാജാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്ന ജലസംഭരണികൾ അറിയപ്പെട്ടിരുന്ന പേരാണ് ഏരിപ്പട്ടി. ഏരിപ്പട്ടി എന്നാണ് വലിയ ജലസംഭരണികൾ. കുളം, അതായത് മഴക്കാലത്ത് ഭീമാകാരങ്ങളായ കുളങ്ങൾ കെട്ടി അവരെന്ത് ചെയ്തു? മഴക്കാലത്ത് വെള്ളം സംഭരിച്ചു. വെള്ളം വറ്റിപ്പോകാതെ സംരക്ഷിക്കപ്പെട്ട ഇത്തരം സംഭരണികൾ
സംഭരണികൾ അറിയപ്പെട്ടിരുന്ന പേരാണ് ഏരിപ്പട്ടി. കൃഷിയുടെ പുരോഗതിക്കായി കർഷകർക്ക് നികുതി ഇളവുകൾ നൽകുകയും തരിശ് കിടന്ന ഭൂമി കൃഷിക്ക് ഉപയുക്തമാക്കാൻ പ്രോത്സാഹനം നൽകുകയും ചെയ്തു. അപ്പോൾ തരിശായിട്ട് പ്രദേശമൊന്നും ഇടാതെ അവരെന്ത് ചെയ്തു? കൃഷിക്ക് നികുതി നൽകുകയും അത് എന്ത് ചെയ്തു? കൃഷിക്ക് ഉപയുക്തമാക്കാനായിട്ട് പ്രോത്സാഹനം നൽകുകയും ഒക്കെ ചെയ്തു. ക്ഷേത്രങ്ങൾക്കും ബ്രാഹ്മണർക്കും ഭൂമി ദാനം നൽകിയതിലൂടെയും കൂടുതൽ പ്രദേശത്തേക്ക് കൃഷി വ്യാപിപ്പിക്കാൻ സാധിച്ചു. അപ്പോൾ കൃഷിഭൂമി ക്ഷേത്രങ്ങൾക്കും അതുപോലെ ബ്രാഹ്മണർക്കും ഒക്കെ ദാനമായിട്ട് നൽകി. ഇത് എന്ത് ചെയ്തു? കൂടുതൽ പ്രദേശത്തേക്ക് കൃഷി വ്യാപിപ്പിക്കാൻ സാധിച്ചു. എന്നാൽ ഇത്തരം ഭൂമികളിൽ കൃഷിപ്പണി ചെയ്ത് അടിമ സമാനമായ ജീവിതം നയിച്ച കർഷക തൊഴിലാളികളായിരുന്നു. അപ്പോൾ ഈ ബ്രാഹ്മണ ഭൂമിയിലും ക്ഷേത്രഭൂമിയിലും ഒക്കെ കൃഷി ചെയ്തിരുന്നത് ആരായിരുന്നു? കർഷകർ. അടിമകൾക്ക് സമാനമായ ജീവിതമാണ് അവർ നയിച്ചിരുന്നത്. ഇനി ഈ ഏരിപ്പട്ടി കുളങ്ങൾ, വലിയ കുളങ്ങൾ, ഇതാ വെള്ളം കെട്ടി നിൽക്കുന്ന ഇതിനെയാണ് നമ്മൾ ഏരിപ്പട്ടി എന്ന് പറയുന്നത്. ഇനി തമിഴകത്തിൻ്റെ നെല്ലറ. തമിഴ്നാടിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വിശാലമായ ഒരു പ്രദേശമാണ് തഞ്ചാവൂർ. അപ്പോൾ തഞ്ചാവൂർ എന്ന് പറയുന്നത് നമുക്കറിയാം തമിഴ്നാടിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വിശാലമായ പ്രദേശമാണ് തഞ്ചാവൂർ. നദികളുടെയും കനാലുകളുടെയും സാന്നിധ്യം ഈ പ്രദേശത്തെ കൃഷിക്ക് അനുയോജ്യമായ സ്ഥലമാക്കി മാറ്റി. നെൽപ്പാടങ്ങളും തെങ്ങ്, വാഴ, അതുപോലെ പ്ലാവ് എന്നിവയുടെ തോട്ടങ്ങളും ധാരാളമുള്ള ഇവിടമായിരുന്നു തമിഴ്നാടിൻ്റെ നെല്ലറ അറിയപ്പെടുന്നത്. അപ്പോൾ തമിഴ്നാടിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഏത്? തഞ്ചാവൂർ എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല ചോദിച്ചാൽ പാലക്കാടും, സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കുട്ടനാട് ആണ്. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന സ്ഥലം ചോദിച്ചാൽ എവിടെയാണ്? അത് കുട്ടനാട്. അതുപോലെ ജില്ല ചോദിച്ചാൽ പാലക്കാടുമാണ്. ഇനി കാർഷിക പുരോഗതിയിലൂടെ കൈവരിക്കുന്ന മിച്ചോൽപാദനം വാണിജ്യത്തിന് വഴിതെളിക്കുമെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. മുൻ ക്ലാസ്സുകളിലൊക്കെ അതിനെക്കുറിച്ച് പഠിച്ചു. ചോള രാജ്യത്തിലും ആഭ്യന്തര വാണിജ്യവും വിദൂര കടൽ വാണിജ്യവും വികാസം പ്രാപിച്ചിരുന്നതായി അക്കാലത്തെ ലിഖിതങ്ങൾ തെളിവ് നൽകുന്നു. അപ്പോൾ ഈ ചോളന്മാരുടെ, അതായത് പണ്ട് കാലം മുതൽ തന്നെ എന്താണ് ഈ ആളുകൾ വാണിജ്യത്തിന് പ്രാധാന്യം നൽകി. അത് എങ്ങനെയൊക്കെയാണ്? ആഭ്യന്തര വാണിജ്യവുമുണ്ട്, അതുപോലെ വിദൂര കടൽ വാണിജ്യവും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ വികാസം പ്രാപിച്ചിരുന്നത് ചോള കാലഘട്ടത്തിലും ഈ ആഭ്യന്തര വാണിജ്യവും വിദൂര കടൽ വാണിജ്യവും ഒക്കെ എന്ത് ചെയ്തു? വികാസം പ്രാപിച്ചിരുന്നു. അക്കാലത്തെ ലിഖിതങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രാദേശിക കമ്പോളങ്ങളിൽ നിരവധി ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ചിരുന്നു. അപ്പോൾ ഈ ഉൽപ്പന്നങ്ങളൊക്കെ അവർ ഉൽപ്പാദിപ്പിച്ചു. ഈ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ എന്തുണ്ടായിരുന്നു? പ്രാദേശിക കമ്പോളങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രാദേശിക കമ്പോളങ്ങളിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ചു. നെയ്ത്ത് ഒരു പ്രധാന വ്യവസായമായിരുന്നു. അപ്പോൾ ചോള രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട വ്യവസായമാണ് നെയ്ത്ത് എന്ന് പറയുന്നത്. നെയ്ത്തുകാരുടെ സംഘങ്ങൾ അക്കാലത്ത് നിലനിന്നിരുന്നു. അപ്പോൾ നെയ്ത്ത് പ്രധാന വ്യവസായമായതുകൊണ്ട് തന്നെ നെയ്ത്തുകാരുടെ സംഘങ്ങൾ ഉണ്ടായിരുന്നു. മെച്ചപ്പെട്ട തുണിത്തരങ്ങൾ ഉത്തരേന്ത്യയിലേക്കും മറ്റും കയറ്റുമതി ചെയ്തിരുന്നു. അപ്പോൾ മെച്ചപ്പെട്ട തുണിത്തരങ്ങൾ അവരെങ്ങോട്ട്? ഉത്തരേന്ത്യയിലേക്കും മറ്റും കയറ്റുമതി ചെയ്തു. കരിമ്പും ഒരു പ്രധാനപ്പെട്ട വാണിജ്യ ഉൽപ്പന്നമായിരുന്നു. അപ്പോൾ നെയ്ത്ത് പുരോഗതി പ്രാപിച്ച ഒരു വാണിജ്യ വ്യവസായമായിരുന്നു, പ്രധാനപ്പെട്ട വ്യവസായമായിരുന്നു ഏതെന്ന് പറയുന്നത്? നെയ്ത്തെന്ന് പറയുന്നത്. അതുപോലെ തന്നെ കരിമ്പും എന്തായിരുന്നു? ഒരു വാണിജ്യ ഉൽപ്പന്നമായിരുന്നു. കൃഷിക്ക് പുറമെ ലോഹപ്പണിയും വികാസം പ്രാപിച്ചിരുന്നു. അപ്പോൾ ചോളന്മാരുടെ കാലത്ത് എന്താണ്? കൃഷിയുണ്ടായിരുന്നു, പുറമെ എന്തുമുണ്ടായിരുന്നു? ലോഹപ്പണിയും വികാസം പ്രാപിച്ചു. ക്ഷേത്രങ്ങളിൽ കാണപ്പെട്ടിരുന്ന വിഗ്രഹങ്ങളും പാത്രങ്ങളും ഇതിന് തെളിവാണ്. അപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ പലതരത്തിലുള്ള വിഗ്രഹങ്ങൾ, ലോഹങ്ങളിൽ കൊത്തിവെച്ച വിഗ്രഹങ്ങൾ, അതുപോലെ പാത്രങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. സ്വർണം, വെള്ളി എന്നിവ കൊണ്ടുള്ള ആഭരണ നിർമ്മാണവും ഇരുമ്പ് ഉപകരണങ്ങളുടെ നിർമ്മാണവും പുരോഗതി പ്രാപിച്ചിരുന്നു. അപ്പോൾ ചോള കാലഘട്ടത്തിലെ ദക്ഷിണേന്ത്യയിലെ സ്വർണം, അതുപോലെ വെള്ളി എന്നിവ കൊണ്ടുള്ള ആഭരണ നിർമ്മാണം ഉണ്ടായിരുന്നു. ഇരുമ്പ് ഉപകരണങ്ങളുടെ നിർമ്മാണവും പുരോഗതി പ്രാപിച്ചിരുന്നു. സമുദ്രതീരത്ത് നിന്നും മുത്തും പവിഴവും ശേഖരിച്ച് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്തിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? സമുദ്രതീരത്ത് നിന്ന് മുത്തും പവിഴമൊക്കെ ശേഖരിച്ചവർ എവിടേക്ക് കയറ്റുമതി ചെയ്തു? വിദേശത്തേക്ക് കയറ്റുമതി ചെയ്തിരുന്നു. കംബോഡിയയിൽ നിന്നുള്ള ഒരു കച്ചവട ദൗത്യ സംഘം 11-ാം നൂറ്റാണ്ടിൽ ചോള രാജ്യം സന്ദർശിച്ചിരുന്നു.
അപ്പോൾ 11-ാം നൂറ്റാണ്ടിൽ ചോള രാജ്യം സന്ദർശിച്ച കച്ചവട ദൗത്യ സംഘം എവിടെ നിന്നുള്ളതായിരുന്നു? കംബോഡിയയിൽ നിന്നുള്ള കച്ചവട ദൗത്യ സംഘമാണ് എന്ത് ചെയ്തത്? 11-ാം നൂറ്റാണ്ടിൽ ചോള രാജ്യം സന്ദർശിച്ചത്. അപ്പോൾ 11-ാം നൂറ്റാണ്ടിൽ ചോള രാജ്യം സന്ദർശിച്ച വിദേശീയരാര് അല്ലെങ്കിൽ വിദേശീയ കച്ചവട ദൗത്യ സംഘം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കംബോഡിയയിൽ നിന്നുള്ള കച്ചവട ദൗത്യ സംഘമാണ്. നാഗപട്ടണം, മഹാബലിപുരം, കാവേരിപ്പും പട്ടണം, ശാലിയൂർ, കോർക്കൈ എന്നിവ അക്കാലത്തെ പ്രധാന തീരദേശ വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു. അപ്പോൾ ചോള രാജാക്കന്മാരുടെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട തീരദേശ വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ ഏതൊക്കെ പറയാം? നാഗപട്ടണം, മഹാബലിപുരം, കാവേരിപ്പും പട്ടണം, ശാലിയൂർ, കോർക്കൈ എന്നിവ ഈ ചോളന്മാരുടെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട തീരദേശ വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു. ഇന്നത്തെ വിശാഖപട്ടണം തുറമുഖം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കുലോത്തുംഗ ചോളപട്ടണം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ വിശാഖപട്ടണം തുറമുഖം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ദക്ഷിണേന്ത്യയിലെ ചോള കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? കുലോത്തുംഗ ചോളപട്ടണം എന്നാണ് വിശാഖപട്ടണം തുറമുഖം സ്ഥിതി ചെയ്യുന്ന സ്ഥലം അറിയപ്പെട്ടിരുന്നത്. എന്താണ്? കുലോത്തുംഗ ചോളപട്ടണം. അപ്പോൾ കുലോത്തുംഗ ചോളപട്ടണം എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം ഏതാണ്? വിശാഖപട്ടണം തുറമുഖമാണ്. അപ്പോൾ വിശാഖപട്ടണം തുറമുഖത്തിൻ്റെ പഴയ പേരെന്തെന്ന് ചോദിച്ചാലും എന്ത് പറയാം? കുലോത്തുംഗ ചോളപട്ടണം എന്നാണ്. ചോള രാജ്യത്തെ ഭരണാധികാരിയായിരുന്നു കുലോത്തുംഗ ചോളൻ. അപ്പോൾ ഈ സ്ഥലത്തിന് കുലോത്തുംഗ ചോളപട്ടണം എന്ന് പേര് വരാൻ കാരണം തന്നെ എന്താണ്? ചോള രാജ്യത്തെ ഒരു പ്രഗത്ഭനായ ഭരണാധികാരിയാണ് കുലോത്തുംഗ ചോളൻ. നഗരത്താർ, മണിഗ്രാമം തുടങ്ങിയ സമ്പൽ സമൃദ്ധമായ കച്ചവട സംഘങ്ങൾ ശക്തമായ വ്യാപാരം സാധ്യമാക്കി. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നിലവിലിരുന്ന കച്ചവട സംഘങ്ങൾക്ക് പറയുന്ന പേരാണ് നഗരത്താർ, മണിഗ്രാമം മുതലായവ. അപ്പോൾ നഗരത്താറും മണിഗ്രാമവും ഒക്കെ ദക്ഷിണേന്ത്യയിൽ ചോള കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന സമ്പൽ സമൃദ്ധമായ കച്ചവട സംഘങ്ങളാണ്. ഇനി നമ്മൾ ചോളന്മാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വാണിജ്യപാതകൾ, ചോള പ്രദേശങ്ങൾ ഏതൊക്കെയാണ്, ചോളന്മാർക്ക് സ്വാധീനമുണ്ടായിരുന്ന പ്രദേശങ്ങൾ ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്, ഭൂപടത്തിൽ തന്നിട്ടുണ്ട്. അത് ഏതൊക്കെയെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് പാതകൾ എന്ന് പറയുന്നത്. ഈ കാണിച്ചിരിക്കുന്നതൊക്കെ ചോളന്മാരുടെ വാണിജ്യപാതകളാണ്. അപ്പോൾ ചോളന്മാർക്ക് അവരുടെ പ്രധാനപ്പെട്ട വാണിജ്യപാതകളിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാണ്? ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത്. അതായത് ഇങ്ങനെയുള്ള പ്രദേശങ്ങളാണ്. ഇത് മുതൽ ഇവിടം വരെയുള്ള പ്രദേശങ്ങളാണ് ചോളന്മാരുടെ വാണിജ്യപാതയിൽ ഉൾപ്പെട്ടിരുന്നത്. ഇതെത്രയും ചോളന്മാരുടെ വാണിജ്യപാതകളാണ്. ഇനി ഇതിൽ ചോള പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് ഇവിടെ മഞ്ഞ ഇതിൽ തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടതാണ്. പ്രധാനപ്പെട്ട പ്രദേശം വെങ്കി, കാഞ്ചീപുരം, തഞ്ചാവൂർ, ലങ്ക, ഇതൊക്കെ നമ്മുടെ ചോളന്മാരുടെ പ്രധാനപ്പെട്ട ചോള പ്രദേശങ്ങളാണ്, അവരുടെ പ്രദേശങ്ങളാണ്. ഇനി ചോളന്മാർക്ക് സ്വാധീനമുണ്ടായിരുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? അതാണ് നമ്മുടെ ഗംഗൈകൊണ്ട ചോളപുരം. ഇവിടെ ഈ കാണുന്നതൊക്കെ ചോളന്മാർക്ക് എന്താണ് അവരുടെ വാണിജ്യവും, അതായത് അവർക്ക് ചോളങ്ങൾ സ്വാധീനമുള്ള പ്രദേശങ്ങളാണ്. അവർ സ്വാധീനം ചെലുത്തിയ പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ അതിൽ വരുന്നത് കലിംഗയുണ്ട്, അതുപോലെ വംഗദേശം അല്ലെങ്കിൽ പാല എന്ന് പറയുന്ന ദേശം, അതുപോലെ നമ്മുടെ മ്യാൻമാർ, നമ്മൾ ഇന്ന് കാണുന്ന മ്യാൻമാർ എന്ന് പറയുന്ന രാജ്യം, അതുപോലെ ഏതാണ് കംബോഡിയ, തായ്ലൻഡ്, മലേഷ്യ, സുമാട്ര, അതുപോലെ ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളുമായിട്ട് ചോളന്മാർ ഈ രാജ്യങ്ങളുമായിട്ടൊക്കെ വാണിജ്യപാതയുണ്ടായിരുന്നു. ഇവരുമായിട്ട് ചോള സ്വാധീനമുള്ള രാജ്യങ്ങളായിരുന്നു. ഇനി നമ്മൾ പറയുന്നത് ചോളന്മാരുടെ തലസ്ഥാനമായിരുന്ന തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്ന ലോക പ്രശസ്തമായൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ പേരെന്താണ്? അതാണ് നമ്മുടെ ബൃഹദീശ്വര ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബൃഹദീശ്വര ക്ഷേത്രം നിർമ്മിച്ചതാരാണ്? രാജരാജ ചോളനാണ് ബൃഹദീശ്വര ക്ഷേത്രം നിർമ്മിച്ചത്. എന്നാണ് 985-നും 1014-നും ഇടയിലാണ് ഈ അതായത് ഈ ബൃഹദീശ്വര ക്ഷേത്രം ആര്
നിർമ്മിച്ചത്? രാജരാജ ചോളൻ നിർമ്മിക്കുന്നത് 985 CE 985 1014 ഇടയിലാണ് എന്ത് ചെയ്തത്? ബൃഹദീശ്വര ക്ഷേത്രം അദ്ദേഹം പണി കഴിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായ രാജേന്ദ്ര ചോളൻ ഒന്നാമൻ്റെ കാലത്താണ്, അതായത് അദ്ദേഹത്തിൻ്റെ ഈ രാജേന്ദ്ര ചോളൻ ഒന്നാമൻ്റെ കാലം 1014 മുതൽ 1044 വരെയാണ് രാജേന്ദ്ര ചോളൻ ഒന്നാമൻ്റെ കാലം എന്ന് പറയുന്നത്. ആ സമയത്താണ് ഗംഗൈകൊണ്ട ചോളപുരത്തെ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത്. അപ്പം ഗംഗൈകൊണ്ട ചോളപുരം ക്ഷേത്രം നിർമ്മിച്ചത് രാജേന്ദ്ര ചോളൻ ഒന്നാമനും ബൃഹദീശ്വര ക്ഷേത്രം നിർമ്മിച്ചതാരുമാണ്? രാജരാജ ചോളനും ആണ്. ഇനി അക്കാലത്തെ ക്ഷേത്രങ്ങളും അതിസമ്പന്നമായിരുന്നു. അപ്പോൾ ഈ ചോള കാലഘട്ടത്തിലെ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ്? അതിസമ്പന്നമായ ക്ഷേത്രങ്ങളാണ് ദക്ഷിണേന്ത്യയിലെ ചോള കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. നമ്മുടെ ദാനമായി ലഭിച്ച ഭൂമിയിൽ നിന്നുള്ള വരുമാനം, ഗ്രാമസഭകളിൽ നിന്നുള്ള സംഭാവനകൾ, നികുതി പിരിക്കാൻ അവകാശമുള്ള ഭൂമിയിൽ നിന്നും പിരിക്കുന്ന നികുതികൾ, ഭക്തരുടെ സംഭാവനകൾ, ഗ്രാമങ്ങളിലെ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനം എന്ന രീതിയിൽ ലഭിക്കുന്ന സമ്പത്ത് തുടങ്ങിയവയാണ് ക്ഷേത്രങ്ങളുടെ വരുമാന മാർഗങ്ങൾ. അപ്പോൾ ക്ഷേത്രങ്ങളുടെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ക്ഷേത്രങ്ങളിലെ വരുമാന മാർഗങ്ങൾ എവിടെ നിന്നൊക്കെയാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സമ്പന്നമായ ഖജനാവാണ് ക്ഷേത്ര നിർമ്മാണത്തിന് രാജാക്കന്മാർക്ക് പ്രചോദനമായത്. അപ്പോൾ സമ്പത്ത് ധാരാളമായിട്ട് കിട്ടുന്നത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു? ഈ ക്ഷേത്ര നിർമ്മാണവും അതിസമ്പന്നമായിട്ടാണ് ആ ക്ഷേത്രങ്ങളൊക്കെ അവർ നിർമ്മിച്ചിരുന്നത്. ക്ഷേത്രങ്ങളോട് ചേർന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ എന്നിവയും പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ ക്ഷേത്രങ്ങളോട് ചേർന്ന് എന്തൊക്കെ ഉണ്ടായിരുന്നു? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു, ആശുപത്രികൾ ഒക്കെ ഉണ്ടായിരുന്നു. ക്ഷേത്രങ്ങളുടെ നിർമ്മാണം, അവയുടെ പരിപാലനം എന്നിവയുമായി ബന്ധപ്പെട്ട് നിരവധി പേർക്ക് തൊഴിൽ ലഭിച്ചിരുന്നു. അപ്പോൾ ഒരു ക്ഷേത്രം അതുപോലെ നിർമ്മിക്കുമ്പോൾ അതിൽ ആളുകൾക്ക് എന്താണ്? അതിൻ്റെ പരിപാലനവുമായി ബന്ധപ്പെട്ട് ധാരാളം പേർക്ക് തൊഴിൽ ലഭിച്ചിരുന്നു. കൈത്തൊഴിലുകാരും കരകൗശല വിദഗ്ധരും ഉപജീവനത്തിനായി ക്ഷേത്രങ്ങളെ ആശ്രയിച്ചിരുന്നു. അപ്പോൾ കരകൗശല വിദഗ്ധർ അതുപോലെ കൈത്തൊഴിലുകാർ ഇവരൊക്കെ ഉപജീവനത്തിനായിട്ട് ആരെ ആശ്രയിച്ചത്? ഈ ക്ഷേത്രങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത്. ഇനി നമ്മളിവിടെ ബൃഹദീശ്വര ക്ഷേത്രത്തെക്കുറിച്ചാണ് തന്നിരിക്കുന്നത്. ഇവിടെ ചിത്രം തന്നിട്ടുണ്ട്. ബൃഹദീശ്വര ക്ഷേത്രം, ഇതാണ് ബൃഹദീശ്വര ക്ഷേത്രം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രാജരാജ ചോളനാണ് ബൃഹദീശ്വര ക്ഷേത്രം സ്ഥാപിച്ചത്. 985 1014 ഇടയിലാണ് എന്ത്? ഈ ബൃഹദീശ്വര ക്ഷേത്രം രാജരാജ ചോളൻ സ്ഥാപിക്കുന്നത്. ഇനി തമിഴ്നാട്ടിലെ തഞ്ചാവൂർ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന സുപ്രധാന ചരിത്ര സ്മാരകമാണ് ഇത് ബൃഹദീശ്വര ക്ഷേത്രം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിന് മറ്റൊരു പേരും കൂടിയുണ്ട്, രാജരാജേശ്വര ക്ഷേത്രം എന്നറിയപ്പെടുന്നതും ഈ ബൃഹദീശ്വര ക്ഷേത്രത്തെയാണ്. അപ്പോൾ രാജരാജേശ്വര ക്ഷേത്രം രാജരാജ ചോളനാണ് സ്ഥാപിച്ചത്. അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് എന്ത് പേരും കൂടി വന്നത്? രാജരാജേശ്വര ക്ഷേത്രം എന്ന പേര് കൂടി വന്നിട്ടുള്ളത്. തഞ്ചൈ പെരിയ കോവിൽ എന്നും ഇതറിയപ്പെടുന്നു. അപ്പോൾ ഏതൊക്കെ പേരിൽ അറിയപ്പെടുന്നു? ബൃഹദീശ്വര ക്ഷേത്രം എന്നറിയപ്പെടുന്നു, രാജരാജേശ്വര ക്ഷേത്രം എന്നറിയപ്പെടുന്നു, അതുപോലെ തഞ്ചൈ പെരിയ കോവിൽ എന്നറിയപ്പെടുന്നതും ഏതാണ്? ബൃഹദീശ്വര ക്ഷേത്രമാണ്. തഞ്ചൈ പെരിയ കോവിൽ, അതായത് തഞ്ചാവൂരാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? തഞ്ചൈ പെരിയ കോവിൽ എന്നും ഇതറിയപ്പെടുന്നു. ശിവഗംഗ കോട്ടയാൽ ചുറ്റപ്പെട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെ സ്ഥിതി ചെയ്യുന്നത്? ശിവഗംഗ കോട്ടയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ബൃഹദീശ്വര ക്ഷേത്രം, അല്ലെങ്കിൽ എന്താണ്? തഞ്ചൈ പെരിയ കോവിൽ എന്നറിയപ്പെടുന്ന ക്ഷേത്രം. കൊത്തുപണികളുള്ള 2 വലിയ ഗോപുരങ്ങളാണ് ഇതിൻ്റെ പ്രവേശന കവാടങ്ങൾ. അപ്പോൾ ഈ ബൃഹദീശ്വര ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ പറയുന്നത്. കൊത്തുപണികളുള്ള 2 വലിയ ഗോപുരങ്ങളാണ് ഇതിൻ്റെ പ്രവേശന കവാടങ്ങൾ എന്ന് പറയുന്നത്. പ്രതിഷ്ഠയുടെ മുകളിലുള്ള കമാനത്തിന് 13 നിരകളാണുള്ളത്. അപ്പോൾ പ്രതിഷ്ഠയുടെ മുകളിലുള്ള കമാനത്തിന് 13 നിരകളുള്ളത് ഏത് ക്ഷേത്രത്തിലാണ്? ബൃഹദീശ്വര ക്ഷേത്രത്തിലാണ്. യുനെസ്കോ ഈ ക്ഷേത്രത്തെ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ച തഞ്ചാവൂരിലെ ക്ഷേത്രം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? നമ്മുടെ ബൃഹദീശ്വര ക്ഷേത്രം, അല്ലെങ്കിൽ ഏതാണ്? രാജരാജേശ്വര ക്ഷേത്രമാണ്. ഇനി നമ്മൾ
ഗംഗൈകൊണ്ട ചോളപുരത്തെക്കുറിച്ചാണ് പറയുന്നത്. തമിഴ്നാട്ടിലെ കുംഭകോണത്തിന് 36 കിലോമീറ്റർ വടക്കായാണ് ഗംഗൈകൊണ്ട ചോളപുരം എന്ന ചോളന്മാരുടെ പിൽക്കാല തലസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ചോളന്മാരുടെ ആദ്യ തലസ്ഥാനം എന്ന് പറയുന്നത് എവിടെയായിരുന്നു? ചോളമണ്ഡലം, തഞ്ചാവൂരിന് സമീപമുള്ള ചോളമണ്ഡലമായിരുന്നു ചോളന്മാരുടെ തലസ്ഥാനം. എന്നാൽ പിൽക്കാലത്ത് ചോളന്മാരുടെ തലസ്ഥാനമായിട്ട് മാറിയ സ്ഥലമാണ് ഗംഗൈകൊണ്ട ചോളപുരം എന്ന് പറയുന്നത്. രാജേന്ദ്ര ചോളനാണ് തലസ്ഥാനം തഞ്ചാവൂരിൽ നിന്നും ഇവിടേക്ക് മാറ്റിയത്. അപ്പോൾ ആദ്യം തഞ്ചാവൂരിലെ ചോളമണ്ഡലമായിരുന്നു, പിന്നീട് അതിനെ എന്ത് ചെയ്തു? ഗംഗൈകൊണ്ട ചോളപുരത്തിലേക്ക് രാജേന്ദ്ര ചോളൻ എന്ത് ചെയ്തു? ഈ തലസ്ഥാനത്തെ അങ്ങോട്ട് മാറ്റുകയുണ്ടായി. ഗംഗാനദി കടന്ന് ഉത്തരേന്ത്യയിലേക്ക് അദ്ദേഹം നടത്തിയ പടയോട്ടത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ പട്ടണവും ഇവിടുത്തെ ക്ഷേത്രവും നിർമ്മിച്ചത്. അപ്പോൾ ഗംഗൈകൊണ്ട ചോളപുരം ക്ഷേത്രം നിർമ്മിച്ചതാരാണ്? ഈ രാജേന്ദ്ര ചോളനാണ്. രാജേന്ദ്ര ചോളൻ സ്ഥാപിച്ച ക്ഷേത്രമാണ് ഗംഗൈകൊണ്ട ചോളപുരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, അദ്ദേഹത്തിൻ്റെ ഉത്തരേന്ത്യൻ പടയോട്ടത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് സ്ഥാപിച്ച ക്ഷേത്രം ഏത് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ആ ഒരു പട്ടണം ഏത് എന്ന് ചോദിച്ചാൽ ഗംഗൈകൊണ്ട ചോളപുരമാണ്. ഇനി ചോള തടാകത്തെക്കുറിച്ചാണ് പറയുന്നത്. ബംഗാൾ ഉൾക്കടലിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ചോളന്മാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നു. അപ്പോൾ ബംഗാൾ ഉൾക്കടലിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നത് ഏത് രാജവംശക്കാരാണ്? അത് ചോളന്മാരാണ്. ചോളന്മാർ എന്ത് ചെയ്തു? അവർ ബംഗാൾ ഉൾക്കടലിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ആധിപത്യം സ്ഥാപിച്ചു. ചോളന്മാരുടെ നാവികപ്പടയുടെ ആധിപത്യവും ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്നു. അപ്പോൾ അവർക്ക് ശക്തമായൊരു നാവികപ്പടയുണ്ടായിരുന്നു. എവിടെയാണിത് നിലനിന്നിരുന്നത്? ബംഗാൾ ഉൾക്കടലിലാണ് ഈ നാവികപ്പട ഉണ്ടായിരുന്നത്. അതിനാൽ ബംഗാൾ ഉൾക്കടലിനെ ചോളന്മാർ വിളിച്ചിരുന്ന പേരാണ് ചോള തടാകം. അപ്പോൾ ചോള തടാകം എന്നറിയപ്പെട്ടിരുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ബംഗാൾ ഉൾക്കടലിനെയാണ് ചോള തടാകം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇത് ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്. ചോള തടാകം എന്നറിയപ്പെടുന്നത് ഏതാണ്? നമ്മുടെ ബംഗാൾ ഉൾക്കടലാണ് ചോള തടാകം എന്ന് അറിയപ്പെടുന്നത്. ഇനി ചോള ഭരണത്തെക്കുറിച്ചാണ് പറയുന്നത്. ചോള രാജ്യത്തെ പ്രധാനപ്പെട്ട രാജാക്കന്മാരെ നമ്മൾ പറഞ്ഞു. ആരൊക്കെയാണ്? രാജ ചോളൻ പറഞ്ഞു, രാജേന്ദ്ര ചോളൻ പറഞ്ഞു. ഇതൊക്കെ ചോള കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാരാണ്. രാജാവിനെ ഭരണത്തിൽ സഹായിക്കാൻ മന്ത്രിമാരുടെ ഒരു സമിതി ഉണ്ടായിരുന്നു. അപ്പോൾ രാജാവിനെ ഭരണത്തിൽ സഹായിക്കാൻ ആരുണ്ടായിരുന്നു? മന്ത്രിമാരുടെ ഒരു സമിതി ഉണ്ടായിരുന്നു. നാവികപ്പടയടക്കമുള്ള ശക്തമായ ഒരു സൈന്യം ചോളന്മാർക്കുണ്ടായിരുന്നതായി 13-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച വെനീഷ്യൻ സഞ്ചാരിയായ മാർക്കോ പോളോ അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ 13-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച വെനീഷ്യൻ സഞ്ചാരി ആരാണ്? അതാണ് മാർക്കോ പോളോ. അപ്പോൾ മാർക്കോ പോളോ ഇന്ത്യയിലേക്ക് വന്നത് എന്ന് ചോദിച്ചാൽ എന്ന് നമുക്ക് പറയാം 13-ാം നൂറ്റാണ്ടിലാണ്. അദ്ദേഹം ഏത് രാജ്യക്കാരനാണ്? മാർക്കോ പോളോ വെനീഷ്യൻ സഞ്ചാരിയാണ്. ആര്? മാർക്കോ പോളോ. അപ്പോൾ രാജ്യത്തെ ഭരണ സൗകര്യത്തിനായി മണ്ഡലങ്ങൾ, വളനാട്, നാട് എന്നിങ്ങനെ തിരിച്ചിരുന്നു. അപ്പോൾ ഈ രാജ്യത്തെ ഭരണ സൗകര്യത്തിനായിട്ട് അവരെന്താണ് മണ്ഡലങ്ങളെന്നും അതുപോലെ വളനാട്, നാട് എന്നൊക്കെ തരംതിരിച്ചിരുന്നു. അപ്പോൾ ഏറ്റവും ആദ്യം എന്താണ് മണ്ഡലങ്ങളായിട്ട് തിരിച്ചു, പിന്നെ അതിനെ വളനാടായിട്ട്, പിന്നെ അത് നാട്, അങ്ങനെയാണ് അവരെന്ത് ചെയ്തിരുന്നത്? രാജ്യത്തെ തരംതിരിച്ചിരുന്നത് ചോളന്മാരുടെ കാലഘട്ടത്തിൽ. ഇനി കച്ചവടത്തിൻ്റെ പുരോഗതിക്കും സൈന്യത്തിൻ്റെ സഞ്ചാരത്തിനുമായി ഭരണാധികാരികൾ നിരവധി പാതകൾ നിർമ്മിച്ചിരുന്നു. അപ്പോൾ രാജാക്കന്മാരെന്ത് ചെയ്തു? ഒരുപാട് പാതകൾ നിർമ്മിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ് ഈ പാതകളൊക്കെ ഇവർ നിർമ്മിച്ചിരുന്നത്? കച്ചവടത്തിൻ്റെ പുരോഗതിക്കും അതുപോലെ സൈന്യ സഞ്ചാരത്തിനും വേണ്ടിയിട്ട്, സൈന്യങ്ങളെ ഇങ്ങനെ കൊണ്ടുപോകാനും വരാനും ഒക്കെ എളുപ്പത്തിന് അവർ നിരവധി പാതകൾ എന്ത് ചെയ്തു? നിർമ്മിച്ചു. ഭൂനികുതിക്ക് പുറമെ വനങ്ങൾ, ഖനികൾ, ഉപ്പ് എന്നിവയുടെ മേൽ നികുതി ചുമത്തി. അപ്പോൾ പ്രധാനപ്പെട്ട നികുതി എന്ന് പറയുന്നത് ഭൂനികുതിയായിരുന്നു. ഈ ഭൂനികുതിക്ക് പുറമെ ഇവർ ചുമത്തിയ നികുതികൾ ഏതൊക്കെയാണ്? ഇവർ ചുമത്തിയത് വനങ്ങൾ, അതുപോലെ ഖനികൾ, ഉപ്പ് എന്നിവയിലും നികുതി ഏർപ്പെടുത്തി. കച്ചവട നികുതിയും തൊഴിൽ കരവും പിരിച്ചിരുന്നു. അപ്പോൾ കച്ചവട നികുതി ഉണ്ടായിരുന്നു, അതുപോലെ തൊഴിൽ കരവും ഈ കാലഘട്ടത്തിൽ അവർ പിരിച്ചെടുത്തിരുന്നു. വെറ്റി എന്ന പേരിൽ അറിയപ്പെട്ട വേതനമില്ലാത്ത നികുതിക്ക് തുല്യമായി കണക്കാക്കിയിരുന്നു. അപ്പോൾ മറ്റൊരു നികുതിയായിരുന്നു വെറ്റി
വെറ്റി എന്ന് പറയുന്ന ഒരു നികുതി ഉണ്ടായിരുന്നു. ഈ വെറ്റി എന്ന നികുതിയുടെ പ്രത്യേകത എന്താണ്? വേതനമില്ലാത്ത അധ്വാനത്തെ, അതായത് പൈസ ഒന്നും കൂലി കൊടുക്കത്തില്ല, നികുതിക്ക് പകരമായിട്ട് അല്ലെങ്കിൽ നികുതിക്ക് തുല്യമായിട്ട് കണക്കാക്കിയിരുന്ന ഒരു വേതനമില്ലാത്ത അധ്വാനമാണ് ഏത്? വെറ്റി എന്ന് പറയുന്ന നികുതി. അപ്പോൾ വെറ്റി എന്ന് പറയുന്ന നികുതി നിലനിന്നിരുന്നത് ആരുടെ കാലഘട്ടത്തിലാണ്? ചോളന്മാരുടെ കാലഘട്ടത്തിലാണ് നിലനിന്നിരുന്നത്. ചോളന്മാരുടെ ഗ്രാമസ്വയംഭരണത്തെക്കുറിച്ച് അക്കാലത്തെ നിരവധി ലിഖിതങ്ങളിൽ തെളിവ് നൽകുന്നുണ്ട്. ഉത്തരമേരൂർ ലിഖിതമാണ് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ചോളന്മാരുടെ ഗ്രാമസ്വയംഭരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ലിഖിതം ഏതാണ്? ലിഖിതങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഉത്തരമേരൂർ ലിഖിതം. അപ്പോൾ ഉത്തരമേരൂർ ലിഖിതം എന്ന് പറയുന്നത് ആരുമായി ബന്ധപ്പെട്ടതാണ്? ചോളന്മാരുടെ ഗ്രാമസ്വയംഭരണവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരമേരൂർ ലിഖിതം. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഉത്തരമേരൂർ ലിഖിതം എന്ന് പറയുന്നത്. ഊര്, സഭ എന്നീ പേരുകളുള്ള 2 സഭകൾ അക്കാലത്ത് നിലനിന്നിരുന്നു. അപ്പോൾ ചോളന്മാരുടെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന 2 പ്രധാനപ്പെട്ട സഭകളാണ് ഏതൊക്കെയാണ്? ഊര്, സഭ എന്നീ പേരുകളുള്ള 2 സഭകളാണ് അന്ന് നിലനിന്നിരുന്നത്. ഇവയ്ക്ക് സ്വയം ഭരണാധികാരം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഊര് അതുപോലെ സഭ എന്ന് പറയുന്ന ഈ 2 സഭകൾക്കും എന്തുണ്ടായിരുന്നു? സ്വയം ഭരണാധികാരം ഉണ്ടായിരുന്നു. അപ്പോൾ ചോള ഗ്രാമ സ്വയംഭരണത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത്. നമ്മൾ പറഞ്ഞു ചോള ഗ്രാമ സ്വയംഭരണത്തെ 2ആയി തരംതിരിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തേത് ഊര്, രണ്ടാമത്തേത് സഭ. ഇതിൽ ഊര് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പൊതുസഭയാണ് ഊര്. അതിൽ സഭ എന്ന് പറയുമ്പം ബ്രാഹ്മണ ഗ്രാമങ്ങളിലെ മുതിർന്നവരുടെ സഭയാണ്. അപ്പോൾ ഊരെന്ന് പറയുന്നത് സാധാരണ ജനങ്ങളുടെ പൊതുസഭയാണ്. സഭ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രാഹ്മണ ഗ്രാമങ്ങളിലെ മുതിർന്നവരുടെ സഭയാണ്. ഇതാണ് ചോള ഗ്രാമ സ്വയംഭരണം എന്ന് പറയുന്നത്. ചോള രാജ്യത്തെ സമൂഹം അതുപോലെ തന്നെ കുളങ്ങൾ, കിണറുകൾ, റോഡുകൾ തുടങ്ങിയവയുടെ പരിപാലന ചുമതല പ്രാദേശിക ഭരണകൂടങ്ങൾക്കായിരുന്നു. അപ്പോൾ ഈ കുളങ്ങളുണ്ട്, കിണറുകൾ, റോഡുകൾ ഇതൊക്കെ പരിപാലിച്ചിരുന്നത് ആരാണ്? പ്രാദേശിക ഭരണകൂടങ്ങളായിരുന്നു. ഇനി ചോള രാജ്യത്തെ സമൂഹം ഒരു സമത്വ അധിഷ്ഠിത സമൂഹമായിരുന്നില്ല. അപ്പോൾ ചോള കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സമൂഹത്തിൻ്റെ സവിശേഷത എന്താണ്? സമത്വം ഉള്ള ഒരു സമൂഹം ആയിരുന്നില്ല എന്നുണ്ടായിരുന്നത്. ജാതി വ്യവസ്ഥയും നിരവധി ഉച്ചനീചത്വങ്ങളും നിലനിന്നിരുന്നു. അപ്പോൾ ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്നു, ഉച്ചനീചത്വങ്ങളൊക്കെ സമൂഹത്തിൽ നിലനിന്നിരുന്നു. ബ്രാഹ്മണരായിരുന്നു സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന വിഭാഗം. അപ്പോൾ സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന വിഭാഗം ആരാണ്? ബ്രാഹ്മണരാണ്. സ്വന്തമായി കൃഷിഭൂമി ഇല്ലാത്ത കർഷക തൊഴിലാളികളും അടിമ വേല ചെയ്യുന്നവരും നിരവധി ഉണ്ടായിരുന്നു. അപ്പോൾ സ്വന്തമായി കൃഷിഭൂമി ഇല്ലാത്തവരുണ്ടായിരുന്നു, അതുപോലെ അടിമ വേല ചെയ്യുന്നവരും ഒക്കെ ഈ കാലഘട്ടത്തിൽ നിരവധി പേര് ഉണ്ടായിരുന്നു. ഇനി അടുത്ത് നമ്മൾ ചാലൂക്യന്മാരെ കുറിച്ചാണ് പറയുന്നത്. ചാലൂക്യരെ കുറിച്ച് പറയുകയാണെങ്കിൽ കർണാടകത്തിലെ വാതാപിയിലെ പാറ വെട്ടിയെടുത്ത് നിർമ്മിച്ച ക്ഷേത്രത്തിൻ്റെ ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ വാതാപിയിലെ ക്ഷേത്രം, അല്ലെങ്കിൽ ഇതിനെ ബദാമി എന്നും പറയും. വാതാപി അല്ലെങ്കിൽ ബദാമി എന്നും ഇത് പറയും. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണ്? കർണാടകത്തിലാണ് ഈ വാതാപിയിലെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പാറ വെട്ടിയെടുത്ത് നിർമ്മിച്ച ക്ഷേത്രമാണ് വാതാപി ക്ഷേത്രം എന്ന് പറയുന്നത്. CE 6-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെ ദക്ഷിണേന്ത്യയിലും ഡെക്കാണിലുമായി ഭരണം നടത്തിയിരുന്ന ചാലൂക്യരാണ് ഈ വാതാപി ക്ഷേത്രം നിർമ്മിച്ചത്. അപ്പോൾ വാതാപി ക്ഷേത്രം, ചാലൂക്യന്മാരുടെ തലസ്ഥാനം ചോദിച്ചാലും ഏതാണ്? വാതാപിയാണ്. വാതാപി ക്ഷേത്രം നിർമ്മിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആരാണത്? അത് ചാലൂക്യന്മാരാണ് വാതാപി ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. BC 6 മുതൽ 12 വരെ ഇവരെവിടെയാണ്? ദക്ഷിണേന്ത്യയിൽ ഡെക്കാണിലുമായിട്ട് ഭരണം നടത്തിയിരുന്നവരാണ് ചാലൂക്യന്മാരെന്ന് പറയുന്നത്. ജൈന, ശൈവ, വൈഷ്ണവ പ്രതിഷ്ഠകളാണ് ഇത്തരം ക്ഷേത്രങ്ങളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ചാലൂക്യന്മാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് ജൈന ക്ഷേത്രങ്ങൾ, ശൈവക്ഷേത്രങ്ങൾ, വൈഷ്ണവ പ്രതിഷ്ഠകൾ ഒക്കെയാണ് ഇവർക്ക് ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. ഇനി ഈ കാലഘട്ടത്തിൽ ചാലൂക്യർ നിരവധി ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. അപ്പോൾ ചാലൂക്യന്മാർ ഈ 6 മുതൽ 12 വരെയുള്ള നൂറ്റാണ്ടുകളിൽ ഒരുപാട് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. ആദ്യഘട്ടത്തിൽ അവർ പാറക്കല്ല് വെട്ടിയെടുത്തുള്ള ഗുഹാക്ഷേത്രങ്ങളാണ് നിർമ്മിച്ചത്. അപ്പോൾ ആദ്യഘട്ടത്തിലെ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണ്? പാറക്കല്ല് വെട്ടിയെടുത്ത ഗുഹാക്ഷേത്രങ്ങളാണ് ചാലൂക്യന്മാർ ആദ്യ കാലഘട്ടത്തിൽ നിർമ്മിച്ചിരുന്നത്. പിന്നീട് ഘടനാക്ഷേത്രങ്ങൾ, സ്ട്രക്ചറൽ ടെമ്പിൾസ് എന്ന് പറയും, ഘടനാക്ഷേത്രങ്ങളാണ് അവർ നിർമ്മിച്ചത്. കർണാടകത്തിലെ ഐഹോളിലെ മെഗൂട്ടി ജൈന ക്ഷേത്രം, പട്ടടയ്ക്കലിലെ വിരൂപാക്ഷേത്രം,
വിരൂപാക്ഷ ക്ഷേത്രം എന്നിവ ചാലൂക്യരുടെ ഘടനാക്ഷേത്രങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ചാലൂക്യന്മാരുടെ ഘടനാക്ഷേത്രം അല്ലെങ്കിൽ സ്ട്രക്ചറൽ ടെമ്പിൾസിന് ഉദാഹരണം ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്ന് കർണാടകത്തിലെ ഏതാണ് ഐഹോളിലെ മെഗൂട്ടി ജൈനക്ഷേത്രം. അപ്പോൾ കർണാടകത്തിലെ ഐഹോളിലെ മെഗൂട്ടി ജൈനക്ഷേത്രം ആര് സ്ഥാപിച്ചതാണ്? ചാലൂക്യന്മാർ സ്ഥാപിച്ചതാണ്. അവരുടെ ഘടനാക്ഷേത്രത്തിന് ഉദാഹരണമാണ്. അതുപോലെ പട്ടടയ്ക്കലിലെ വിരൂപാക്ഷ ക്ഷേത്രവും ചാലൂക്യരുടെ ഘടനാക്ഷേത്രങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ പട്ടടയ്ക്കലാണ് വിരൂപാക്ഷ ക്ഷേത്രമുള്ളത്. ക്ഷേത്രങ്ങളിൽ അവയുടെ മേൽക്കൂരയെ താങ്ങി നിർത്തുന്ന തൂണുകളിൽ കൊത്തുപണികളും കാണാവുന്നതാണ്. അപ്പോൾ ഈ ക്ഷേത്രങ്ങളുടെ പ്രത്യേകത എന്താണ്? സ്ട്രക്ചറൽ ക്ഷേത്രങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവയുടെ തൂണുകളിൽ ക്ഷേത്രങ്ങളിൽ അവയുടെ മേൽക്കൂരയെ താങ്ങി നിർത്തുന്ന തൂണുകളിൽ എന്തുണ്ട്? കൊത്തുപണികൾ കാണാവുന്നതാണ്. ചാലൂക്യരുടെ ക്ഷേത്രങ്ങൾ ഗുപ്ത ശൈലിയിൽ നിന്ന് രൂപപ്പെട്ട് വന്നതാണെങ്കിലും ദക്ഷിണേന്ത്യയിലെ പ്രാദേശിക പാരമ്പര്യ ശൈലിയായ ദ്രാവിഡ ശൈലിയാണ് അവയിൽ പ്രതിഫലിച്ചത്. അപ്പോൾ ചാലൂക്യന്മാരുടെ ക്ഷേത്രങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദ്രാവിഡ ശൈലിയിൽ തീർത്ത ക്ഷേത്രങ്ങളാണ് ചാലൂക്യന്മാരുടെ ക്ഷേത്രങ്ങൾ. പക്ഷേ ചാലൂക്യരുടെ ക്ഷേത്രങ്ങൾ ഗുപ്ത ശൈലിയിൽ നിന്ന് രൂപപ്പെട്ട് വന്നതാണ് എന്ന് ഒരു അഭിപ്രായം കൂടിയുണ്ട്. അപ്പോൾ ഗുപ്തന്മാരുടെ ശൈലിയിൽ നിന്ന് രൂപപ്പെട്ട് വന്ന ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ്? ഈ ചാലൂക്യന്മാരുടെ ക്ഷേത്രങ്ങളാണ്. പാറക്കല്ലുകൊണ്ടുള്ള നിർമ്മിതിയായിരുന്നു ദ്രാവിഡ വാസ്തുവിദ്യ ശൈലിയുടെ മുഖ്യ സവിശേഷത. അപ്പോൾ ദ്രാവിഡ വാസ്തുവിദ്യയുടെ മുഖ്യ സവിശേഷത എന്താണ്? പാറക്കല്ലുകൊണ്ടുള്ള നിർമ്മിതിയാണ് ദ്രാവിഡ വാസ്തുവിദ്യ ശൈലിക്ക് ഉപയോഗിച്ചിരുന്നത്. സഹ്യപർവ്വതത്തിൽ നിന്നും ഡെക്കാൻ പീഠഭൂമിയിൽ നിന്നും യഥേഷ്ടം പാറ ലഭിച്ചു. പ്രകൃതിദത്തമായ പാറ കൊണ്ട് സമർത്ഥരായ ശില്പികൾ മനോഹരങ്ങളായ ക്ഷേത്രങ്ങൾ കൊത്തിയെടുത്തു. അപ്പോൾ അതാണ് ദ്രാവിഡ ശൈലിയിലുള്ള ക്ഷേത്രങ്ങളാണ് ഈ ചാലൂക്യന്മാർ നിർമ്മിച്ചത്. അവരുടെ ക്ഷേത്രത്തിന് ആരുടെ ക്ഷേത്രത്തിൻ്റെ സമാനം ശൈലിയുടെ രൂപമുണ്ട്, സാദൃശ്യമുണ്ട്? ഗുപ്ത ശൈലിയുടെ സാദൃശ്യമുള്ള ക്ഷേത്രങ്ങളാണ് ഈ ചാലൂക്യന്മാർ എന്ത് ചെയ്തത്? പണിഞ്ഞിരുന്നത്. അപ്പോൾ ഇത്രയും ക്ഷേത്രങ്ങൾ നിർമ്മിക്കാൻ ചാലൂക്യ രാജാക്കന്മാർക്ക് സാധിച്ചത് എങ്ങനെയാണ്? വിഭവങ്ങൾ, തൊഴിലാളികൾ, സമ്പത്ത് എന്നിവ എങ്ങനെയെല്ലാമാണ് ഇവരും സമാഹരിച്ചിട്ടുള്ളത്? ക്ഷേത്രങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ പാറക്കല്ലുകൾ ലഭ്യമായതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അത് എവിടെ നിന്നാണ്? നമ്മൾ പറഞ്ഞല്ലോ, ക്ഷേത്രങ്ങൾ നിർമ്മിക്കാനുള്ള പാറക്കല്ലുകൾ കൊണ്ടുവന്നത് എവിടെയൊക്കെയാണ്? സഹ്യപർവ്വതത്തിൽ നിന്നും അതുപോലെ ഡെക്കാൻ പീഠഭൂമിയിൽ നിന്നുമൊക്കെയാണ് ഈ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പ്രകൃതിദത്തമായ പാറകൾ ആര് കൊണ്ടുവന്നത്? നമ്മുടെ ചാലൂക്യന്മാർ കൊണ്ടുവന്നത്. അപ്പോൾ ഫലഭൂയിഷ്ഠമായ ഡെക്കാൻ പ്രദേശത്തെ കൃഷിയിൽ നിന്നാണ് അവർ സമ്പത്ത് സ്വരൂപിച്ചത്. അപ്പോൾ ചാലൂക്യന്മാർക്ക് സമ്പത്ത് ലഭിച്ചത് എവിടെ നിന്നാണ്? ഡെക്കാൻ പ്രദേശത്തെ ഫലഭൂയിഷ്ഠമായ പ്രദേശമാണ് ഡെക്കാൻ പ്രദേശം. അവിടെ കൃഷി ചെയ്താണ് അവരെന്ത് ചെയ്തത്? സമ്പത്ത് സ്വരൂപിച്ചത്. കൃഷ്ണ, ഗോദാവരി നദീതടങ്ങളിലെ കൃഷിയിലൂടെ അവർ മിച്ചോൽപാദനം നടത്തി. അപ്പോൾ അവരേത് നദീതീരത്താണ്? ചാലൂക്യന്മാർ കൃഷി ചെയ്തിരുന്ന പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് കൃഷ്ണ നദി, അതുപോലെ ഏത് നദിയാണ്? നമ്മുടെ ഗോദാവരി നദി. ഈ നദീതീരങ്ങളിലാണ് ചാലൂക്യന്മാർ എന്ത് ചെയ്തത്? അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അപ്പോൾ ഈ സ്ഥലത്തെ കൃഷിയാണ് അവരെന്ത് ചെയ്തത്? സമ്പത്തിലേക്ക് നയിപ്പിച്ചത്. മിച്ചോൽപാദനം പുറത്തു നിന്നും തൊഴിലാളികളെ കൊണ്ടുവന്ന് പണിയെടുപ്പിക്കാൻ സാഹചര്യമൊരുക്കി. അപ്പോൾ ഗോദാവരി, കൃഷ്ണ എന്നീ നദീതീരങ്ങളിൽ കൃഷി ചെയ്ത് മിച്ചോൽപാദനം ഉണ്ടാക്കി. അങ്ങനെ അവർക്ക് എന്ത് ചെയ്തു? ഈ പുറത്തു നിന്ന് മിച്ചോൽപാദനം പുറത്തു നിന്ന് എന്ത് ചെയ്തു? തൊഴിലാളികളെ കൊണ്ടുവന്ന് പണിയെടുപ്പിക്കാൻ അവർക്ക് സാധിച്ചു. അങ്ങനെയാണ് ഇത്തരം ക്ഷേത്രങ്ങളൊക്കെ ചാലൂക്യന്മാർ പണിതത്. ഇനി ചോളന്മാരുടേതുപോലെ ഒരു കേന്ദ്രീകൃത രാജവാഴ്ച ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ചോളന്മാർക്കുള്ളതുപോലെ കേന്ദ്രീകൃതമായ ഒരു രാജവാഴ്ചയൊന്നും ചാലൂക്യന്മാർക്കുണ്ടായിരുന്നില്ല. ക്ഷേത്രങ്ങൾ പിന്നെന്താണ്? ക്ഷേത്രങ്ങൾ ബ്രഹ്മദേയ ഭൂമിയുടെ ഉടമകളായ ബ്രാഹ്മണർ, സാമന്തന്മാർ എന്നിവരാൽ നിയന്ത്രിതമായ ഒരു രാജവാഴ്ചയാണ് നിലനിന്നിരുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? ബ്രാഹ്മണന്മാർ അതുപോലെ സാമന്തന്മാർ എന്നിവരുടെ നിയന്ത്രണത്തിലുള്ള രാജവാഴ്ചയാണ് ചാലൂക്യന്മാരിൽ നിലനിന്നിരുന്നത്. അതിനാൽ തന്നെ അധികാര കേന്ദ്രങ്ങൾ മാറി വന്നുകൊണ്ടിരുന്നു. വാതാപി, വെങ്കി, കല്യാണി എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ചാലൂക്യർ CE 6-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെ ഭരണം നടത്തിയിരുന്നത്. അപ്പോൾ ചാലൂക്യന്മാരുടെ ഭരണ കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു? വാതാപി ഉണ്ടായിരുന്നു, വെങ്കി ഉണ്ടായിരുന്നു, അതുപോലെ കല്യാണി എന്നിവ നമ്മുടെ ചാലൂക്യന്മാരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായിരുന്നു. ഏതൊക്കെയാണ്? വാതാപി, വെങ്കി, കല്യാണി. ഇനി
കേന്ദ്രീകൃതമായ നികുതി സമ്പ്രദായവും സംഘടിതമായ ഉദ്യോഗസ്ഥ വൃന്ദവും ഉണ്ടായിരുന്നെങ്കിലും സൈനിക ശക്തിയിൽ അധിഷ്ഠിതമായ പ്രഭുക്കന്മാരെ കേന്ദ്രീകരിച്ചാണ് ഭരണം നിലനിന്നിരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ഇവർക്ക് കേന്ദ്രീകൃതമായ നികുതി സമ്പ്രദായം ഉണ്ടായിരുന്നു, സംഘടിതമായ ഉദ്യോഗസ്ഥ വൃന്ദം ഉണ്ടായിരുന്നെങ്കിലും സൈനിക ശക്തിയിൽ അധിഷ്ഠിതമായ പ്രഭുക്കന്മാരെ കേന്ദ്രീകരിച്ചാണ് ഭരണം നിലനിന്നിരുന്നത്. സ്ഥിരമായ ഒരു സൈന്യവും നിലവിലില്ലായിരുന്നു. അപ്പോൾ ഇവർക്ക് എന്താണ്, സ്ഥിരമായ ഒരു സൈന്യമൊന്നും നിലവിലില്ലായിരുന്നു. ചോളന്മാരുടേതുപോലെ രാജാവിനെ ഭരണത്തിൽ സഹായിക്കാൻ മന്ത്രിസഭയും ഉണ്ടായിരുന്നില്ല. രാജകുടുംബാംഗങ്ങൾ തന്നെയാണ് അധികാരം വിനിയോഗിച്ചിരുന്നത്. പുലികേശി രണ്ടാമനായിരുന്നു ശ്രദ്ധേയനായ ചാലൂക്യ ഭരണാധികാരി. അപ്പോൾ ശ്രദ്ധേയനായ ചാലൂക്യ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ആരാണ്? പുലികേശി രണ്ടാമനാണ് ശ്രദ്ധേയനായ ചാലൂക്യ ഭരണാധികാരി എന്ന് പറയുന്നത്. ഇനി ത്രികക്ഷികൾ. CE 5-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ബുദ്ധമത പഠന കേന്ദ്രമായിരുന്നു നളന്ദയുടെ ചിത്രമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ 5-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ബുദ്ധമത പഠന കേന്ദ്രമാണ് നളന്ദ എന്ന് പറയുന്നത്. ആ നളന്ദയുടെ ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതാണ് നളന്ദ സർവകലാശാല എന്ന് പറയുന്നത്. ചൈനീസ് സഞ്ചാരിയായിരുന്ന ഹുയാൻസാങ് അടക്കം നിരവധി പേർ സന്ദർശിക്കുകയും പഠനം നടത്തുകയും ചെയ്ത ഈ വിശ്വവിജ്ഞാന കേന്ദ്രം പിൽക്കാലത്ത് തകർച്ചയെ നേരിട്ടു. അപ്പോൾ നമ്മുടെ ചൈനീസ് സഞ്ചാരിയായ ഹുയാൻസാങ് പഠനം നടത്തിയ അല്ലെങ്കിൽ പഠിച്ച സർവകലാശാല ഏതായിരുന്നു? നളന്ദ സർവകലാശാലയായിരുന്നു. ചൈനീസ് സഞ്ചാരിയായ ഹുയാൻസാങ് പഠിച്ചതും സന്ദർശിച്ചതും ഒക്കെ എവിടെയാണ്? നമ്മുടെ നളന്ദ സർവകലാശാലയിലാണ്. ഇനി നളന്ദ സർവകലാശാലയെ പുനരുദ്ധരിച്ച ഭരണാധികാരികളിൽ പ്രധാനിയാണ് പല്ലവ രാജാവായ ധർമ്മപാലൻ. അപ്പോൾ ഈ നളന്ദ സർവകലാശാല പുനരുജ്ജീവിപ്പിച്ചത് അല്ലെങ്കിൽ പുതുക്കി പണിതത് ആരായിരുന്നു? നമ്മുടെ പല്ലവ രാജാവല്ല, പാല രാജാവായ ധർമ്മപാലൻ. അപ്പോൾ പാല രാജാവായ പാലനാണ് എന്ത് ചെയ്തത്? നമ്മുടെ നളന്ദ സർവകലാശാലയെ പുനരുദ്ധരിച്ചത് അല്ലെങ്കിൽ പുതുക്കി പണിത് എന്ന് പറയുന്നത്. നളന്ദയുടെ ചെലവിലേക്കായി അദ്ദേഹം 200 ഗ്രാമങ്ങൾ ദാനം നൽകി. മാത്രമല്ല മഗധയിൽ ഗംഗാ നദിയുടെ തീരത്ത് കുന്നിൻ മുകളിലായി വിജ്ഞാനത്തിൻ്റെ വളർച്ചയ്ക്കായി വിക്രമശില സർവകലാശാല സ്ഥാപിച്ചതും ഈ ധർമ്മപാലനാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ധർമ്മപാലൻ 200 ഗ്രാമങ്ങളാണ് എന്തിനു വേണ്ടിയിട്ട് ദാനം നൽകിയത്? നളന്ദയുടെ ചെലവിലേക്കായിട്ട് ദാനം നൽകിയത്. മാത്രമല്ല എന്ത് ചെയ്തു? മഗധയിൽ ഗംഗാനദിയുടെ തീരത്ത് കുന്നിൻ മുകളിലായി വിജ്ഞാനത്തിൻ്റെ വളർച്ചയ്ക്കായിട്ട് വിക്രമശില സർവകലാശാല സ്ഥാപിച്ചതും ആരാണ്? ധർമ്മപാലനാണ്. അപ്പോൾ ഇതാണ് വിക്രമശില സർവകലാശാല എന്ന് പറയുന്നത്. CE 8-ാം നൂറ്റാണ്ട് മുതൽ 9-ാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെ കിഴക്കേ ഇന്ത്യ, അതായത് ബംഗാൾ കേന്ദ്രമാക്കി ഭരിച്ച പാലന്മാർ നിരവധി ബുദ്ധവിഹാരങ്ങൾ നിർമ്മിച്ചു. അപ്പോൾ ഇവരുടെ കാലഘട്ടം എന്ന് പറയുന്നത് എന്നായിരുന്നു? CE 8-ാം നൂറ്റാണ്ട് മുതൽ 9-ാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെയാണ് ഇത് പാല രാജവംശം എന്ത് ചെയ്തത്? ഭരണം നടത്തിയത്. അപ്പോൾ ഇവർ കിഴക്കേ ഇന്ത്യ കേന്ദ്രമാക്കിയാണ് ഈ പാലന്മാർ എന്ത് ചെയ്തത്? ഭരണം നടത്തിയത്. ഇവർ നിരവധി ബുദ്ധവിഹാരങ്ങൾ നിർമ്മിക്കുകയുണ്ടായി. അയൽ നാടായ ടിബറ്റുമായി അവർ ബന്ധം സ്ഥാപിച്ചു. അപ്പോൾ പാലന്മാർക്ക് ടിബറ്റുമായിട്ട് ബന്ധം സ്ഥാപിച്ച രാജവംശം ഏതെന്ന് പറഞ്ഞാൽ അത് പാലവംശമാണ്. തൽഫലമായി ടിബറ്റിൽ നിന്നും നിരവധി ബുദ്ധമത അനുയായികൾ പഠനത്തിനായി നളന്ദയിലേക്കും വിക്രമശിലയിലേക്കും വന്നിരുന്നു. അറേബ്യയിലെ ഖലീഫയുമായും തെക്ക് കിഴക്ക് ഏഷ്യയുമായും പാലന്മാർ ബന്ധം പുലർത്തി. അപ്പോൾ പാലന്മാർക്ക് ആരുമായിട്ട് ഒക്കെ ബന്ധമുണ്ടായിരുന്നു? ടിബറ്റുമായിട്ട് ബന്ധം സ്ഥാപിച്ചു. അതുകൊണ്ട് ടിബറ്റിൽ നിന്ന് കുറേ ബുദ്ധമത പണ്ഡിതന്മാർ എന്ത് ചെയ്തു? പഠനത്തിനായി നളന്ദയിലോട്ടെത്തി. അതുപോലെ വിക്രമശിലയിലും വന്നു. അറേബ്യയിലെ ഖലീഫമാരുമായിട്ടും തെക്ക് കിഴക്ക് ഏഷ്യയുമായും പാലന്മാർക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. ഈ പ്രദേശങ്ങളുമായുള്ള വ്യാപാരത്തിലൂടെ പാലരാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു. അപ്പോൾ ഈ പ്രദേശങ്ങളൊക്കെ ആയിട്ട് ഇവരെന്ത് ചെയ്തു? ഇവർ ഒരുപാട് എന്ത് ചെയ്തു? വ്യാപാരത്തിലൊക്കെ ഏർപ്പെട്ടു.
അപ്പോൾ ഇതോടെ ഇവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു. മാത്രമല്ല മലയ, ജാവ, സുമാത്ര എന്നീ പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന ശൈലേന്ദ്ര രാജാക്കന്മാർ പാലന്മാരുടെ കൊട്ടാരത്തിലേക്ക് നയതന്ത്ര പ്രതിനിധികളെ അയച്ചിരുന്നു. അപ്പോൾ പാലന്മാരുടെ കൊട്ടാരത്തിലേക്ക് നയതന്ത്ര പ്രതിനിധികളെ അയച്ചത് ആരൊക്കെയാണ്? ശൈലേന്ദ്ര രാജാക്കന്മാർ എന്ത് ചെയ്തു? ഈ ജാവ, സുമാത്ര പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഭരിച്ചിരുന്ന രാജാക്കന്മാരെ അറിയപ്പെട്ടിരുന്നതാണ് ശൈലേന്ദ്ര രാജാക്കന്മാർ. അപ്പോൾ ശൈലേന്ദ്ര രാജാക്കന്മാർ ഭരണം നടത്തിയത് ഏത് പ്രദേശത്തെ കേന്ദ്രമാക്കിയാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ജാവ, സുമാട്ര എന്നീ പ്രദേശങ്ങൾ ഭരിച്ചിരുന്നതാണ് ശൈലേന്ദ്ര രാജാക്കന്മാർ. പാലന്മാരുടെ കൊട്ടാരത്തിലേക്ക് നയതന്ത്ര പ്രതിനിധികളെ അവർ അയച്ചിരുന്നു. പാലന്മാരുടെ അതേ കാലഘട്ടത്തിൽ CE 8-ാം നൂറ്റാണ്ട് മുതൽ 10-ാം നൂറ്റാണ്ട് വരെ ഉത്തരേന്ത്യയുടെ പടിഞ്ഞാറൻ പ്രദേശം ഭരിച്ചവരാണ് പ്രതിഹാരന്മാരെന്ന് പറയുന്നത്. അപ്പോൾ പാലന്മാർ നമ്മൾ പറഞ്ഞു ബംഗാൾ കേന്ദ്രമാക്കി ഭരണം നടത്തിയതാണ് പാലന്മാർ. പാലന്മാരുടെ അതേ കാലഘട്ടത്തിൽ ഈ 9-ാം നൂറ്റാണ്ട് മുതൽ, അതായത് CE 8-ാം നൂറ്റാണ്ട് മുതൽ 10-ാം നൂറ്റാണ്ട് വരെ ഉത്തരേന്ത്യയുടെ പടിഞ്ഞാറൻ പ്രദേശം ഭരിച്ചവരാണ് പ്രതിഹാരന്മാർ എന്ന് പറയുന്നത്. 10-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം ഗുജറാത്ത് സന്ദർശിച്ച ബാഗ്ദാദുകാരനായ അൽ മസൂദി പ്രതിഹാര രാജാക്കന്മാരുടെ നേട്ടങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. അപ്പോൾ പ്രതിഹാര രാജാക്കന്മാരുടെ നേട്ടങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ വിവരിക്കുന്ന ബാഗ്ദാദുകാരനായ സഞ്ചാരി ആരാണ്? അത് നമ്മുടെ അൽ മസൂദിയാണ്. അപ്പോൾ അൽ മസൂദി എന്ത് ചെയ്തു? അദ്ദേഹം ഈ ബാഗ്ദാദുകാരനാണ്. അദ്ദേഹം എന്ത് ചെയ്തു? പ്രതിഹാര രാജാക്കന്മാരുടെ നേട്ടങ്ങളെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നത് ആരാണ്? നമ്മുടെ 10-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം അദ്ദേഹം ഗുജറാത്ത് സന്ദർശിച്ച ആളാണ് ബാഗ്ദാദുകാരനായ അൽ മസൂദി എന്ന് പറയുന്നത്. അപ്പോൾ മസൂദി എവിടെയാണ് സന്ദർശിച്ചത്? 10-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിൽ ഗുജറാത്ത് സന്ദർശിച്ച ആളാണ് അൽ മസൂദി. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ആരുടെ നേട്ടങ്ങളെക്കുറിച്ചാണ്? പ്രതിഹാര രാജാക്കന്മാരുടെ നേട്ടങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന അത് ആരാണ്? അൽ മസൂദിയാണ്. ഭോജനായിരുന്നു ശ്രദ്ധേയനായ പ്രതിഹാര ഭരണാധികാരി. അപ്പോൾ പ്രതിഹാര ഭരണാധികാരികളിൽ ശ്രദ്ധേയനാരാണ്? ഭോജനായിരുന്നു പ്രതിഹാര ഈ ഭരണാധികാരികളിൽ ഏറ്റവും ശ്രദ്ധേയൻ. അപ്പോൾ ഭോജൻ എന്ന് പറയുന്നത് ഏത് രാജവംശത്തിലെ രാജാവെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം എന്താണ്? പ്രതിഹാര ഭരണാധികാരിയാണ്. പ്രതിഹാര രാജവംശത്തിലെ ഭരണാധികാരിയാണ് ഭോജൻ. കലയെയും സാഹിത്യത്തെയും പ്രതിഹാരന്മാർ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അപ്പോൾ പ്രതിഹാരന്മാരും എന്ത് ചെയ്തു? കലയെയും സാഹിത്യത്തെയും ഒക്കെ പ്രോത്സാഹിപ്പിച്ചു. സംസ്കൃത ഭാഷയിലെ കവിയും നാടകകാരനും കാവ്യമീമാംസ, കർപ്പൂരമഞ്ജരി എന്നീ കൃതികളുടെ രചയിതാവുമായ രാജശേഖരൻ പ്രതിഹാരരുടെ കൊട്ടാരത്തിലാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ പ്രതിഹാരരുടെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന നമ്മുടെ ഒരു കവിയാണ് ആര്? ശേഖരൻ എന്ന് പറയുന്നത്. അദ്ദേഹം രചിച്ച 2 കൃതികളാണ് ഏതൊക്കെയാ? സംസ്കൃത ഭാഷയിലെ കവിയും നാടകകാരനുമാണ് ആര്? രാജശേഖരൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് കാവ്യമീമാംസ, കർപ്പൂരമഞ്ജരി എന്നിവ. അപ്പോൾ കാവ്യമീമാംസ, കർപ്പൂരമഞ്ജരി എന്നിവ ആരുടെ കൃതികളാണ്? രാജശേഖരൻ്റെ കൃതികളാണ്. അദ്ദേഹം സംസ്കൃത ഭാഷയിലെ കവിയാണ്, അദ്ദേഹം നാടകകാരനാണ്. അങ്ങനെ ആരുടെ കൊട്ടാരത്തിലാണ്? പ്രതിഹാരരുടെ കൊട്ടാരത്തിലാണ് ഈ രാജശേഖരൻ ജീവിച്ചിരുന്നത്. ഇന്നത്തെ ഉത്തർപ്രദേശിലെ കനൗജിൽ അവർ മനോഹരങ്ങളായ നിരവധി ക്ഷേത്രങ്ങളും കെട്ടിടങ്ങളും നിർമ്മിച്ചു. അപ്പോൾ ഉത്തർപ്രദേശിലെ കനൗജിൽ ക്ഷേത്രങ്ങളും അതുപോലെ കെട്ടിടങ്ങളും ഒക്കെ ആര് നിർമ്മിച്ചു? ഈ പ്രതിഹാരന്മാർ നിർമ്മിച്ചിരുന്നു. 8-9 നൂറ്റാണ്ടുകളിൽ ഇന്ത്യയിൽ നിന്നുള്ള പണ്ഡിതരെ ബാഗ്ദാദിലെ ഖലീഫയുടെ കൊട്ടാരത്തിലേക്ക് നയതന്ത്ര പ്രതിനിധികളായി അയച്ചിരുന്നു. അപ്പോൾ 8-9 നൂറ്റാണ്ടുകളിൽ എവിടെ നിന്നാണ്? നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള പണ്ഡിതരെ ബാഗ്ദാദിലെ ഖലീഫയുടെ കൊട്ടാരത്തിലേക്ക് നയതന്ത്ര പ്രതിനിധികളായിട്ട് അയച്ചിരുന്നു. അവർ ഇന്ത്യൻ ശാസ്ത്രവും ഗണിതശാസ്ത്രവും അറബി ലോകത്ത് പ്രചരിപ്പിച്ചു. അപ്പോൾ ഈ നയതന്ത്ര പ്രതികളുടെ ജോലി എന്താണ്? അവർ നയതന്ത്ര പ്രതിനിധികൾ അവിടെ ചെന്ന് ഇന്ത്യൻ ശാസ്ത്രവും ഗണിതശാസ്ത്രവും അറബ് ലോകത്തിൽ പ്രചരിപ്പിച്ചു. സിന്ധിലെ അറബ് ഭരണാധികാരികളുമായി പ്രതിഹാരന്മാർ ശത്രുതയിലായിരുന്നുവെങ്കിലും ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റവും പണ്ഡിതരുടെ സഞ്ചാരവും യഥേഷ്ടം ഇന്ത്യക്കും പടിഞ്ഞാറൻ ഏഷ്യയ്ക്കും ഇടയിൽ ഇക്കാലത്ത് നിലനിന്നിരുന്നു. അപ്പോൾ നമ്മുടെ ഈ പ്രതിഹാരന്മാർ
പ്രതികാരന്മാർ ആരുമായിട്ട് ശത്രുതയിലായിരുന്നു? സിന്ധിലെ അറബ് ഭരണാധികാരികളുമായിട്ട് പ്രതികാരന്മാർ ശത്രുതയിലായിരുന്നു. പക്ഷേ അവർ ഉൽപ്പന്നങ്ങളും കൈമാറ്റം അതുപോലെ പണ്ഡിതരുടെ സഞ്ചാരവും ഒക്കെ ഇവിടെയും യഥേഷ്ടം എന്ത് ചെയ്തു? പടിഞ്ഞാറൻ ഏഷ്യയ്ക്കുമിടയിൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇനി പ്രതിഹാര കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ പേരാണ് തെലികാ മന്ദിർ. ഗോളിയോറിലെ തെലികാ മന്ദിർ എന്ന് പറയുന്നത് പ്രതിഹാരന്മാരുടെ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട ഒരു ക്ഷേത്രമാണ്. തെലികാ മന്ദിർ ഗോളിയോറിലാണ് അത് സ്ഥാപിച്ചിരിക്കുന്നത്. ഇനി കർണാടകത്തിലെ ഗുൽബർഗ ജില്ലയിലെ സ്ഥിതി ചെയ്യുന്ന മാൽഖേദ് അതായത് മന്യാഖേദ കോട്ടയുടെ ചിത്രമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ കർണാടകത്തിലെ എന്താണ് മാൽഖേദ് കോട്ട, ഇതാണ് മാൽഖേദ് കോട്ട എന്ന് പറയുന്നത്. കർണാടകത്തിലാണ്, ഗുൽബർഗ ജില്ലയിലാണ് ഈ മാൽഖേദ് കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഷഹബാദ് ശില എന്ന് ഈ പ്രദേശങ്ങളിൽ അറിയപ്പെട്ടിരുന്ന ചുണ്ണാമ്പ് കല്ല് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കോട്ടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഒരുതരം ചുണ്ണാമ്പ് കല്ല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആ ചുണ്ണാമ്പ് കല്ല് അറിയപ്പെട്ടിരുന്ന ആ പ്രദേശങ്ങളിലൊക്കെ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? ആ ചുണ്ണാമ്പ് കല്ലിന് ഷഹബാദ് ശില എന്ന് ആ പ്രദേശങ്ങളിൽ അറിയപ്പെട്ടിരുന്ന ചുണ്ണാമ്പ് കല്ല് കൊണ്ട് നിർമ്മിച്ച കോട്ട ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? മാൽഖേദ് അല്ലെങ്കിൽ മന്യാഖേദ എന്ന് പറയുന്ന കോട്ടയാണ്. അതിൽ നിന്ന് തന്നെ വളരെ പൗരാണികമായ കോട്ടയാണിതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ വളരെ പുരാതനമായ കാലഘട്ടത്തിൽ വളരെ പഴയ ഒരു കോട്ടയാണ് ഇത് മന്യാഖേദ് അല്ലെങ്കിൽ മാൽഖേദ് കോട്ട എന്ന് പറയുന്നത്. CE 8-ാം നൂറ്റാണ്ട് മുതൽ 10-ാം നൂറ്റാണ്ട് വരെ ഡെക്കാണിലും ദക്ഷിണേന്ത്യയിലും ആധിപത്യം സ്ഥാപിച്ചിരുന്ന രാഷ്ട്രകൂടരാണ് ഇത് നിർമ്മിച്ചത്. അപ്പോൾ ഈ മാൽഖേദ് കോട്ട നിർമ്മിച്ചത് ആരാണ്? അല്ലെങ്കിൽ ഈ കോട്ട നിർമ്മിച്ചത് ആരാണ്? നമ്മുടെ രാഷ്ട്രകൂടന്മാരാണ്. അവർ CE 8-ാം നൂറ്റാണ്ട് മുതൽ 10-ാം നൂറ്റാണ്ട് വരെ ഡെക്കാണിലും ദക്ഷിണേന്ത്യയിലും ആധിപത്യം സ്ഥാപിച്ചിരുന്ന ഭരണാധികാരികളാണ് രാഷ്ട്രകൂടന്മാർ. ഗോവിന്ദൻ മൂന്നാമൻ, അമോഘവർഷൻ തുടങ്ങിയവരാണ് ശ്രദ്ധേയരായ രാഷ്ട്രകൂട ഭരണാധികാരികൾ. അപ്പോൾ രാഷ്ട്രകൂട ഭരണാധികാരികളിൽ പ്രധാനികൾ ആരൊക്കെയാണ്? ഗോവിന്ദൻ മൂന്നാമൻ, ഗോവിന്ദൻ 3, അമോഘവർഷൻ, ഇവരൊക്കെ രാഷ്ട്രകൂട രാജാക്കന്മാരാണ്. അമോഘവർഷൻ കന്നഡ ഭാഷയിൽ രചിച്ച് ശ്രദ്ധേയമായ കൃതിയാണ് കവിരാജമാർഗം. അപ്പോൾ അമോഘവർഷൻ കന്നഡ ഭാഷയിൽ നിർമ്മിച്ച ഒരു കൃതി ഏതാണ്? എഴുതിയ ഒരു കൃതിയാണ് കവിരാജമാർഗം എന്ന് പറയുന്നത്. മതസഹിഷ്ണുത പുലർത്തിയിരുന്ന രാഷ്ട്രകൂട ഭരണാധികാരികൾ ശൈവമതത്തോടും വൈഷ്ണവ മതത്തോടുമൊപ്പം ജൈനമതത്തെയും പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ ഇവർ നല്ല മതസഹിഷ്ണുത പുലർത്തിയിരുന്ന ആളുകളാണ്. എല്ലാവരോടും മതസഹിഷ്ണുത പുലർത്തിയിരുന്ന, അതുകൊണ്ട് തന്നെ രാഷ്ട്രകൂട ഭരണാധികാരികൾ ശൈവമതത്തെയും വൈഷ്ണവ മതത്തെയും ജൈനമതത്തെയും ഒക്കെ എന്ത് ചെയ്തു? പ്രോത്സാഹിപ്പിച്ചു. മുസ്ലിം വ്യാപാരികൾക്ക് വ്യാപാരം നടത്താനും സ്ഥിരവാസത്തിനും വിശ്വാസം പ്രചരിപ്പിക്കാനും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു. അപ്പോൾ ഇസ്ലാം മതക്കാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മുസ്ലിം വ്യാപാരികൾക്ക് ഇവരെന്ത് ചെയ്തു? വ്യാപാരം നടത്താൻ വേണ്ട സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തു. വിദേശ വ്യാപാരത്തെ അത് ശക്തിപ്പെടുത്തി. രാഷ്ട്രകൂടർ കലയെയും സാഹിത്യത്തെയും പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ രാഷ്ട്രകൂടരുടെ മറ്റൊരു പദം, അവർ കലയെയും സാഹിത്യത്തെയും ഒക്കെ എന്ത് ചെയ്തു? അവർ പ്രോത്സാഹിപ്പിച്ചു. അവരുടെ കൊട്ടാരത്തിൽ സംസ്കൃത പണ്ഡിതന്മാർക്ക് പുറമെ മറ്റ് ഭാഷകളിൽ എഴുതുന്ന സാഹിത്യകാരന്മാരും ജീവിച്ചിരുന്നു. അപ്പോൾ സംസ്കൃത പണ്ഡിതന്മാർ മാത്രമല്ല ഈ രാഷ്ട്രകൂടന്മാരുടെ അടുത്തുണ്ടായിരുന്നത്, മറ്റ് സാഹിത്യ ഭാഷകളിൽ കൃതി എഴുതുന്നവരൊക്കെ ഈ രാഷ്ട്രകൂട രാജാക്കന്മാരുടെ കൊട്ടാരത്തിലുണ്ടായിരുന്നു. എല്ലോറയിലെ കൽവെട്ട് ക്ഷേത്രം നിർമ്മിച്ചത് രാഷ്ട്രകൂടരാണ്. അപ്പോൾ ഇതാണ് കൽവെട്ട് ക്ഷേത്രം. എല്ലോറയിലെ കൽവെട്ട് ക്ഷേത്രം നിർമ്മിച്ചത് ആരാണ്? അത് രാഷ്ട്രകൂടന്മാരാണ്. രാഷ്ട്രകൂടരുടെ ഭരണകാലത്ത് സമൂഹം ജാതി അധിഷ്ഠിതമായി കൂടുതൽ വിഭജിക്കപ്പെട്ടു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ എന്താണ്? ജാതി വ്യവസ്ഥ, രാഷ്ട്രകൂടരുടെ കാലഘട്ടത്തിൽ നല്ല കഠിനമായിട്ടുള്ള ജാതി വ്യവസ്ഥയുണ്ടായിരുന്നു. ചാതുർവർണ്ണത്തിന് പുറമെ പലതരം വിവേചനങ്ങൾക്കും ഐത്തത്തിനും വിധേയരായ സമൂഹങ്ങളും നിലനിന്നിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ജാതി വ്യവസ്ഥ ശക്തമായിരുന്നു. ചാതുർവർണ്ണ്യം മാത്രമല്ല, പിന്നെന്താണ്? ഐത്തത്തിനും വിവേചനങ്ങൾക്കും വിധേയരായ സമൂഹങ്ങൾ
രാജ്യങ്ങളും നിലനിന്നിരുന്നു. മരപ്പണിക്കാർ, ചെരുപ്പ് നിർമ്മാതാക്കൾ, മീൻപിടുത്തക്കാർ തുടങ്ങിയവർ ഇതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ മരപ്പണിക്കാരുണ്ടായിരുന്നു, ചെരുപ്പ് നിർമ്മാണക്കാരുണ്ടായിരുന്നു, മീൻപിടുത്തക്കാർ, ഇതൊക്കെ സമൂഹത്തിൽ ഇങ്ങനെ തരംതിരിച്ചിരുന്നു. സമൂഹത്തിലെ ആധിപത്യ വിഭാഗങ്ങളായ ബ്രാഹ്മണരും ക്ഷത്രിയരും അവരുടെ പദവി നിലനിർത്തി. എന്നാൽ വാണിജ്യത്തിൻ്റെ തകർച്ചയും കൃഷിയുടെ പുരോഗതിയും വൈശ്യരുടെ പദവിക്ക് കോട്ടം വരുത്തുകയും ശൂദ്രരുടെ സ്ഥിതി മെച്ചപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ബ്രാഹ്മണരും ക്ഷത്രിയരും ഉന്നത കുലജാതരാണ്. പക്ഷെ വൈശ്യർക്ക് എന്ത് ചെയ്തു? കച്ചവടമൊക്കെ തകർന്നപ്പോൾ അവരുടെ സ്ഥിതിയും അധോഗതിയായി. അതുപോലെ തന്നെ വൈശ്യരുടെ പദവിക്ക് കോട്ടം വരുത്തുകയും ശൂദ്രർ ഈ സമയത്ത് എന്ത് ചെയ്തു? അവരുടെ സ്ഥിതി മെച്ചപ്പെടുത്തി വരികയും ചെയ്തു. സൈന്യത്തിൽ അംഗങ്ങളായതും ശൂദ്രരുടെ പദവി മെച്ചപ്പെടുന്നതിന് കാരണമായി. അപ്പം ഈ ശൂദ്രരായിരുന്നു എന്താണ്? സൈന്യത്തിൽ ഉൾപ്പെട്ടിരുന്നു. അതുകൊണ്ട് അവരുടെ പദവി എന്ത് ചെയ്തു? മെച്ചപ്പെട്ടു. ഇനി അപ്പം നമ്മൾ ഇവിടെ പറഞ്ഞ ഈ 3 രാഷ്ട്രങ്ങളും തമ്മിൽ നിരന്തരം യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിരുന്നുവെങ്കിലും തങ്ങളുടെ ഭരണപ്രദേശങ്ങളിൽ അവർ സ്ഥായിയായ ഭരണം ഉറപ്പാക്കി. അപ്പോൾ ഈ രാജ്യങ്ങളൊക്കെ തമ്മിൽ പരസ്പരം എന്താണ്? നമ്മുടെ രാഷ്ട്രകൂടന്മാരും പ്രതിഹാരന്മാരും അതുപോലെ ഈ അവസാനം പറഞ്ഞ നമ്മുടെ ആരാണ്? നമ്മുടെ രാഷ്ട്രകൂടർ, ഇവരൊക്കെ തമ്മിൽ ചാലൂക്യന്മാർ അതുപോലെ പ്രതിഹാരന്മാർ, ഇവരൊക്കെ തമ്മിൽ എന്താണ്? പല കാര്യങ്ങളിലും എന്താണ്? യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിരുന്നു പല സമയത്തും. പക്ഷേ തങ്ങളുടെ പ്രദേശങ്ങളിൽ അവർ സ്ഥായിയായ ഭരണം ഉറപ്പാക്കി. കൃഷിയോടൊപ്പം കല, സാഹിത്യം, ക്ഷേത്ര നിർമ്മാണം എന്നിവയൊക്കെ പ്രോത്സാഹിപ്പിച്ചു. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ചാണ്. ഡൽഹി സൽത്തനത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിലനിന്നിരുന്ന പ്രാദേശിക രാജ്യങ്ങളെക്കുറിച്ചാണ് ഇതുവരെ നമ്മൾ പറഞ്ഞത്. CE 13-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെ ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഡൽഹി കേന്ദ്രമാക്കിയുള്ള ഒരു ഭരണ സമ്പ്രദായത്തിൻ്റെ കീഴിലേക്ക് മാറി. അപ്പോൾ 13-ാം നൂറ്റാണ്ടായപ്പോൾ എന്ത് ചെയ്തു? ഇന്ത്യയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഡൽഹി കേന്ദ്രമാക്കിയുള്ള ഒരു ഭരണ സമ്പ്രദായത്തിൻ്റെ കീഴിലേക്ക് മാറി. അതിൻ്റെ പശ്ചാത്തലവും പ്രത്യേകതകളും എന്തൊക്കെയെന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്ത്യയുമായി അറബികൾക്ക് വാണിജ്യ സാംസ്കാരിക ബന്ധം ഉണ്ടായിരുന്നു. എന്നാൽ CE 8-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം അറബികൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറേ സമുദ്രതീരത്തെ പ്രദേശമായിരുന്ന സിന്ധ് ആക്രമിച്ചു. അപ്പോൾ അറബികൾ സിന്ധ് ആക്രമിച്ചതെന്നാണ്? CE 8-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യമാണ്. CE 8-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടത്തിലാണ് അറബികൾ എന്ത് ചെയ്തത്? സിന്ധ് ആക്രമിച്ചത്. അപ്പോൾ ഈ സിന്ധ് എന്ന് പറയുന്നത് എവിടെയാണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറേ സമുദ്രതീരത്തുള്ള പ്രദേശമാണ് ഏത്? സിന്ധ്. ഇതാണ് 8-ാം നൂറ്റാണ്ടിൽ അറബികൾ ആക്രമിച്ചത്. ഇന്ത്യയുടെ സമ്പത്തും അറബികളുടെ കച്ചവട താല്പര്യവുമായിരുന്നു ഈ ആക്രമണത്തിൻ്റെ പിന്നിലെ ലക്ഷ്യം. അപ്പോൾ ഇന്ത്യയിലുണ്ടായിരുന്ന സമ്പത്ത് അതുപോലെ അറബികളുടെ എന്താണ്? കച്ചവടത്തിലെ ഉണ്ടായിരുന്ന അവരുടെ സമ്പത്ത് അതുപോലെ കച്ചവട താല്പര്യം. അറബികൾ കച്ചവടക്കാരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്? ഈ ആക്രമണത്തിൻ്റെ പിന്നിലെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇതൊക്കെയായിരുന്നു. ഇനി അറബികളുടെ സിന്ധ് ആക്രമണത്തെക്കുറിച്ചാണ് ഇവിടെ തന്നിരിക്കുന്നത്. CE 712-ലാണ് അറബികൾ സിന്ധ് ആക്രമിച്ചത്. അപ്പോൾ അറബികൾ സിന്ധ് ആക്രമിച്ചത് എന്നാണ്? CE 712-ലാണ് അറബികൾ സിന്ധ് ആക്രമിക്കുന്നത്. ഉമയ്യാദ് ഖലീഫയുടെ സൈനിക മേധാവിയായിരുന്ന മുഹമ്മദ് ബിൻ കാസിമാണ് ഇതിന് നേതൃത്വം നൽകിയത്. അപ്പോൾ സിന്ധ് ആക്രമണത്തിന് നേതൃത്വം നൽകിയത് ഏത് ഖലീഫയുടെ സൈനിക മേധാവി എന്ന് ചോദിച്ചാൽ ഉമയ്യാദ് ഖലീഫ. ഉമയ്യാദ് ഖലീഫയുടെ സൈനിക മേധാവിയായിരുന്ന മുഹമ്മദ് ബിൻ കാസിമാണ് എന്ത് ചെയ്തത്? സിന്ധ് ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. ഖലീഫയ്ക്കും ഗവർണറായിരുന്ന അൽ ഹജ്ജാജിനും പാരിതോഷികങ്ങളുമായി സിലോണിൽ നിന്നും അറേബ്യയിലേക്ക് പോയ കപ്പൽ സിന്ധിന് സമീപം കടൽക്കൊള്ളക്കാർ ആക്രമിച്ചതായിരുന്നു അറബികളുടെ സിന്ധ് ആക്രമണത്തിൻ്റെ പെട്ടെന്നുള്ള കാരണം. അപ്പോൾ അറബികളുടെ സിന്ധ് ആക്രമണത്തിന് പെട്ടെന്നുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം എന്താണ്? ഈ ഖലീഫയ്ക്കും ഗവർണറായ അൽ ഹജ്ജാജിനും. അപ്പോൾ ഖലീഫ അതുപോലെ തന്നെ ഉമയ്യാദ് ഖലീഫയാണ്. ആ ഖലീഫയ്ക്കും അവിടുത്തെ ഗവർണറായിരുന്നു അൽ ഹജ്ജാജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് പാരിതോഷികമായിട്ട് സിലോണിൽ നിന്നും അറേബ്യയിലേക്ക് പോയ ഒരു കപ്പൽ എന്ത് ചെയ്തു? സിന്ധിന് സമീപം കടൽക്കൊള്ളക്കാർ ആക്രമിച്ചു. ഇതിനെ ചൊല്ലിയാണ് അറബികൾ എന്ത് ചെയ്തത്? സിന്ധ് ആക്രമിച്ചത്. അപ്പോൾ ഇതാണ് അറബികളുടെ സിന്ധ് ആക്രമണത്തിന് 712-ലാണ് സിന്ധ് ആക്രമണം. ഈ ആക്രമണത്തോടെ ഇന്ത്യയിലെ വിവിധ ഭരണാധികാരികളുടെ ദൗർബല്യം മറ്റ് രാജ്യങ്ങൾക്ക് ബോധ്യപ്പെട്ടു. തുടർന്ന് തുർക്കികളായ ഗസ്നിയിലെ മഹ്മൂദും ഗോറിലെ മുഹമ്മദും 11ഉം 12ഉം നൂറ്റാണ്ടുകളിൽ ഇന്ത്യ ആക്രമിച്ചു. അപ്പോൾ 11ഉം 12ഉം നൂറ്റാണ്ടുകളിൽ ഇന്ത്യ ആക്രമിച്ചത് ആരൊക്കെയാണ്? ഗസ്നിയിലെ മഹ്മൂദും
ഗോറിലെ മുഹമ്മദും ഈ 11ഉം 12ഉം നൂറ്റാണ്ടിൽ 11ആം നൂറ്റാണ്ടിൽ ഗസ്നിയിലെ മഹമൂദ്, ഗോറിലെ മുഹമ്മദ് എന്നാണ് 12ആം നൂറ്റാണ്ടിൽ ഇന്ത്യയെ ആക്രമിച്ചു. മഹമൂദ് 17 തവണ ഇന്ത്യയെ ആക്രമിച്ചതായി പറയപ്പെടുന്നു. അപ്പോൾ ഗസ്നിയിലെ മഹമൂദ് എത്രയാണ്? 17 തവണയാണ് അദ്ദേഹം ഇന്ത്യയെ ആക്രമിച്ചതായിട്ട് പറയുന്നത്. ഇതിൽ നിന്ന് തന്നെ ഇന്ത്യയുടെ വർദ്ധിച്ച സമ്പത്തിനോട് അവർക്കുണ്ടായിരുന്ന താല്പര്യം വെളിവാകുന്നുണ്ട്. ഈ ആക്രമണങ്ങൾ ക്രമേണ ഡൽഹി കേന്ദ്രീകരിച്ചുള്ള സുൽത്താൻ ഭരണത്തിന്, ഡൽഹി സൽത്തനത്തിന് വഴിയൊരുക്കി. അപ്പോൾ ഇതിലൂടെയാണ് എന്ത് ചെയ്തത്? ഡൽഹി സൽത്തനത്തിൻ്റെ രൂപം കൊണ്ടത് എന്ന് പറയുന്നത്. ഉത്തരേന്ത്യയും മധ്യേന്ത്യയും ദക്ഷിണേന്ത്യയുടെ ചില ഭാഗങ്ങളും സുൽത്താൻ ഭരണത്തിന് കീഴിലായിരുന്നു. അപ്പോൾ സുൽത്താൻ ഭരണത്തിന് കീഴിലായിരുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരേന്ത്യ ഉണ്ടായിരുന്നു, മധ്യേന്ത്യ ഉണ്ടായിരുന്നു, ദക്ഷിണേന്ത്യയുടെ ചില ഭാഗങ്ങളും സുൽത്താൻ ഭരണത്തിന് കീഴിലായിരുന്നു. CE 1206 മുതൽ 1526 വരെ നിലനിന്ന സുൽത്താൻ ഭരണത്തിൻ്റെ കാലത്ത് 5 രാജവംശങ്ങൾ അധികാരത്തിലിരുന്നു. അവ നമ്മൾ താഴെ പറയും. അപ്പോൾ 1206നും 1526നും ഇടയിൽ 1526നും ഇടയിൽ 5 രാജവംശങ്ങൾ എന്ത് ചെയ്തു? ഈ സുൽത്താൻ നമ്മുടെ ഡൽഹിയിൽ ഭരണം നടത്തി. അപ്പോൾ ഡൽഹി സൽത്തനത്തിലെ 5 രാജവംശങ്ങൾ ആരൊക്കെയാണ്? ഒന്നാമത്തത് മാംലൂക്ക് വംശം, രണ്ടാമത്തത് ഖൽജി വംശം, മൂന്നാമത്തത് തുഗ്ലക് വംശം, നാലാമത്തത് സയ്യിദ് വംശം, 5 ലോധി വംശം. അപ്പോൾ മാംലൂക്ക്, ഖൽജി, തുഗ്ലക്, സയ്യിദ്, ലോധി എന്നീ 5 വംശങ്ങളാണ് നമ്മുടെ നമ്മുടെ ഡൽഹി, അല്ല മംലൂക്കിനല്ലെങ്കിൽ അടിമവംശം എന്നും പറയും. ഡൽഹി ഭരിച്ച 5 രാജവംശങ്ങളാണ്. നിരവധി ഭരണപരിഷ്കാരങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും സാക്ഷ്യം വഹിച്ച കാലഘട്ടമാണ് ഇത്. അവയിൽ സുപ്രധാനമായിരുന്നു അലാവുദ്ദീൻ ഖൽജിയുടെ ഭരണകാലത്ത് നടപ്പിലാക്കിയ കമ്പോള നിയന്ത്രണം. അപ്പോൾ കമ്പോള നിയന്ത്രണം നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖൽജി. 1296നും 1316നും ഇടയിലാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. 1296, 1316 ഈ കാലയളവിലാണ് അലാവുദ്ദീൻ ഖിൽജി എന്ത് ചെയ്തത്? നമ്മുടെ കമ്പോള നിയന്ത്രണം കൊണ്ടുവരുന്നത്, അദ്ദേഹം സുൽത്താൻ ആയി മാറുന്നതും. എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വില പൊതുവെയും ഭക്ഷ്യധാന്യങ്ങളുടെ വില പ്രത്യേകിച്ചും നിയന്ത്രിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വില എന്ത് ചെയ്യുക? പൊതുവെയും ഭക്ഷ്യധാന്യങ്ങളുടെ വില പ്രത്യേകിച്ചും നിയന്ത്രിക്കുക എന്നതാണ് ഈ കമ്പോള നിയന്ത്രണത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. മംഗോളിയൻ ആക്രമണത്തെ തുടർന്ന് അലാവുദ്ദീന് ശക്തമായ ഒരു സൈന്യത്തെ കെട്ടിപ്പടുക്കേണ്ടി വന്നു. വിശാലമായ ഒരു സൈന്യത്തിന് ശമ്പളമായി വലിയ ഒരു തുക നൽകേണ്ടി വരുമെന്ന ആശങ്കയാണ് അദ്ദേഹത്തെ ഇത്തരമൊരു പരിഷ്കാരത്തിന് പ്രേരിപ്പിച്ചത്. അപ്പോൾ കമ്പോള നിയന്ത്രണം കൊണ്ടുവരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് അദ്ദേഹത്തിൻ്റെ സൈന്യത്തെ നിലനിർത്തുക എന്നതായിരുന്നു. ഉൽപ്പന്നങ്ങൾക്ക് വില കുറവാണെങ്കിൽ കുറഞ്ഞ തുക ശമ്പളമായി നൽകിയാൽ മതിയല്ലോ. അപ്പോൾ ഈ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയുമ്പോൾ എന്ത് ചെയ്താൽ മതി? ശമ്പളം കുറഞ്ഞ തുക നൽകിയാൽ മതി. ഇതിൻ്റെ ഭാഗമായി അദ്ദേഹം സംഭരണശാല സ്ഥാപിക്കുകയും ഉയർന്ന വില ഈടാക്കുന്നവർക്കും പൂഴ്ത്തിവയ്പ്പുകാർക്കും ശിക്ഷകൾ നൽകുകയും ചെയ്തു. അപ്പോൾ ഉയർന്ന വില നൽകി സാധനങ്ങൾ വാങ്ങുന്ന അല്ലെങ്കിൽ പൂഴ്ത്തിവയ്പ്പുകാരെയൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു? അവരെയൊക്കെ ശിക്ഷിച്ചു. അങ്ങനെ ഈ കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പ്പും ഒക്കെ ഒഴിവാക്കുന്നതിനായിട്ട് അലാവുദ്ദീൻ ഖിൽജി കൊണ്ടുവന്നതാണ് കമ്പോള നിയന്ത്രണം എന്ന് പറയുന്നത്. അടുത്ത് നമ്മളിവിടെ റസിയ സുൽത്താനെക്കുറിച്ച് പറയുന്നുണ്ട്. റസിയ സുൽത്താനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മംലൂക്ക് രാജവംശത്തിലെ ശ്രദ്ധേയനായ ഇൽത്തുമിഷിൻ്റെ മകളായിരുന്നു റസിയ സുൽത്താൻ. തൻ്റെ ആൺമക്കളൊന്നും തനിക്ക് ശേഷം സിംഹാസനത്തിലിരിക്കാൻ യോഗ്യരല്ല എന്ന് കരുതിയ ഇൽത്തുമിഷ് എന്ത് ചെയ്തു? തൻ്റെ അനന്തരാവകാശിയായി നിർദ്ദേശിച്ചത് മകളെയായിരുന്നു. ഇറാനിലും ഈജിപ്തിലുമൊക്കെ സ്ത്രീകൾ ഭരണാധികാരികളായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും സിംഹാസനത്തിലേക്ക് ഒരു സ്ത്രീയെ നിർദ്ദേശിക്കപ്പെടുന്നത് അക്കാലത്തെ സുപ്രധാന മാറ്റം തന്നെയായിരുന്നു. അപ്പോൾ നമ്മുടെ ഇൽത്തുമിഷിൻ്റെ മകളാണ് ആര്? സുൽത്താന റസിയ എന്ന് പറയുന്നത്. അവരാണ് എന്ത് ചെയ്തത്? അദ്ദേഹത്തിന് ശേഷം അനന്തരാവകാശിയായിട്ട് നിർദ്ദേശിക്കപ്പെട്ടത്. ഇനി സാമൂഹിക സാമ്പത്തിക ജീവിതമാണ്. ഇന്ത്യയിലെ ഫലഭൂയിഷ്ഠമായ മണ്ണ് കൃഷിക്കേറെ അനുയോജ്യമായിരുന്നു. 14-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച മൊറോക്കൻ സഞ്ചാരിയായ ഇബ്നു ബത്തൂത്തയുടെ അഭിപ്രായമാണിത്. അപ്പോൾ ഇബ്നു ബത്തൂത്ത പറയുന്നതാണ് എന്ത്? ഇന്ത്യയിലെ ഫലഭൂയിഷ്ഠമായ മണ്ണ് കൃഷിക്കേറെ അനുയോജ്യമാണെന്നാണ്. നമ്മുടെ 14-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച മൊറോക്കൻ സഞ്ചാരി ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? അതാണ് ഇബ്നു ബത്തൂത്ത.
വർഷത്തിൽ 2-3 തവണ കൃഷി ചെയ്തിരുന്നതായി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫലഭൂയിഷ്ടമായതുകൊണ്ട് തന്നെ വർഷത്തിൽ 2-3 തവണ എന്ത് ചെയ്തു, ഇവിടുത്തെ കൃഷിയിടങ്ങളിലൊക്കെ കൃഷി നടത്തിയിരുന്നു. ജനസംഖ്യയുടെ ഭൂരിഭാഗവും കർഷകരായിരുന്നു. എന്നാൽ തുടർച്ചയായ ക്ഷാമങ്ങളും യുദ്ധങ്ങളും കർഷകരെ ബുദ്ധിമുട്ടിലാക്കി. അപ്പോൾ ജനസംഖ്യയിൽ ഏറിയ പങ്കുമാരാണ് കർഷകരായിരുന്നു, കൃഷിക്കാരായിരുന്നു. കർഷകർക്ക് എന്നാൽ ക്ഷാമവും യുദ്ധവും ഒക്കെ അവരെ ബുദ്ധിമുട്ടിലാക്കി. കരിമ്പ്, ഗോതമ്പ്, നീലം, പരുത്തി, എണ്ണക്കുരുക്കൾ, പഴവർഗ്ഗങ്ങൾ, പൂക്കൾ എന്നിവ കൃഷി ചെയ്തിരുന്നു. അപ്പോൾ ഇവരെന്തൊക്കെയാണ് മെയിനായിട്ട്? പഴങ്ങളുണ്ടായിരുന്നു, കരിമ്പുണ്ടായിരുന്നു, ഗോതമ്പ്, നീലം, പരുത്തി, എണ്ണക്കുരുക്കൾ, പൂക്കൾ എന്നിവയൊക്കെ കൃഷി ചെയ്തു. ഇവ എണ്ണയാട്ടൽ, ശർക്കര ഉണ്ടാക്കൽ, നെയ്ത്ത്, അതുപോലെ തുണികളിൽ ചായം പിടിപ്പിക്കൽ തുടങ്ങിയ കൈത്തൊഴിലുകളുടെ പുരോഗതിക്ക് കാരണമായി. അപ്പോൾ ഈ സമയത്ത് എന്ത് ചെയ്തു? കൈത്തൊഴിലും കൂടുതൽ പുരോഗതി പ്രാപിച്ചു. അതിലൊന്നാണ് എണ്ണയാട്ടൽ, ശർക്കര ഉണ്ടാക്കൽ, നെയ്ത്ത്, തുണികളിൽ ചായം പിടിപ്പിക്കൽ. ഇതൊക്കെ കൈത്തൊഴിലുകളാണ്. ഇതൊക്കെ പുരോഗതി പ്രാപിച്ചു. ജലാശയത്തിൽ നിന്നും കാലുകളെ ഉപയോഗിച്ച് ചക്രം കറക്കി വെള്ളമെടുത്ത് ജലസേചനത്തിന് ഉപയോഗിക്കുന്ന രഹത്ത് ജലസേചന സമ്പ്രദായം നിലനിന്നിരുന്നു. അപ്പോൾ രഹത്ത് ജലസേചന സമ്പ്രദായം നിലനിന്നിരുന്നത് ഈ സുൽത്താൻമാരുടെ കാലഘട്ടത്തിലാണ്. ഡൽഹി സുൽത്താനേറ്റിലാണ് നിലനിന്നിരുന്നത് രഹത്ത് ജലസേചന സമ്പ്രദായം. കാർഷിക രംഗത്തെ വളർച്ചയ്ക്ക് പുറമെ ഭരണസ്ഥിരത, ഗതാഗത സംവിധാനങ്ങളുടെ പുരോഗതി, താങ്ക, വെള്ളി, താങ്ക എന്ന് പറഞ്ഞാൽ വെള്ളിയാണ്, ദിർഹം എന്ന് പറഞ്ഞാൽ ചെമ്പാണ്. അപ്പം താങ്ക, ദിർഹം എന്നീ നാണയങ്ങളെ അടിസ്ഥാനമാക്കി രൂപപ്പെട്ട പണവ്യവസ്ഥ എന്നിവ വ്യാപാരത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി. അപ്പോൾ വ്യാപാരം വളർന്നു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? ഗതാഗത സംവിധാനങ്ങളുടെ പുരോഗതി, വെള്ളി, ചെമ്പ്, അതായത് ടാങ്ക എന്ന് പറയുന്നത് വെള്ളി ആഭരണവും ദിർഹം എന്ന് പറയുന്ന ചെമ്പ് ആഭരണവുമാണ്. ഇവ നാണയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെട്ട പണവ്യവസ്ഥ എന്ത് ചെയ്തു? വ്യാപാരത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി. കയറ്റുമതിയും ഇറക്കുമതിയും ശക്തിപ്പെട്ടു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ കയറ്റുമതിയും ഇറക്കുമതിയും ഒക്കെ എന്ത് ചെയ്തു? ശക്തിപ്പെട്ടു. മിനുസപ്പെട്ട തുണി, സ്ഫടികം, കുതിരകൾ, ചിനപ്പാത്രങ്ങൾ, ആനക്കൊമ്പ്, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു? കുറേ സാധനങ്ങൾ അവർ കയറ്റുമതി ചെയ്തു. വ്യാപാരത്തിൻ്റെ വളർച്ചയ്ക്കായിട്ട് കയറ്റുമതി ഉണ്ടായിരുന്നു, ഇറക്കുമതിയും ശക്തപ്പെട്ടു. അപ്പോൾ മിനുസപ്പെട്ട തുണി, അതുപോലെ സ്ഫടികം, കുതിരകൾ, ചീനപ്പാത്രങ്ങൾ, ആനക്കൊമ്പ്, സുഗന്ധവ്യഞ്ജനങ്ങൾ ഇവയൊക്കെയാണ് ഇറക്കുമതി ചെയ്തത്. ഇന്ത്യയിൽ കയറ്റുമതിയായിരുന്നു ഇറക്കുമതിയേക്കാൾ കൂടുതൽ. അപ്പോൾ ഇവിടെ നിന്ന് കയറ്റുമതിയായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. അക്കാലത്ത് സ്വർണവും വെള്ളിയും ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തി. അതുകൊണ്ട് തന്നെ കയറ്റുമതി ചെയ്യുമ്പോൾ എന്താണ്? ധാരാളം സ്വർണം അതുപോലെ വെള്ളി എന്നിവ ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തി. വ്യാപാരത്തിൻ്റെ വളർച്ച നഗരങ്ങളിലും നഗരജീവിതവും സുദൃഢമാകുന്നതിന് കാരണമായി. ഡൽഹിയും ദൗലത്താബാദും അന്നത്തെ കിഴക്കൻ ലോകത്തെ വൻകിട നഗരങ്ങളായിരുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട 2 വൻകിട നഗരങ്ങളായിരുന്നു ഡൽഹി, ദൗലത്താബാദ് എന്നിവ. ബംഗാളും ഗുജറാത്തിലെ നഗരങ്ങളും തുണിത്തരങ്ങൾക്ക് പേര് കേട്ടവയായിരുന്നു. അപ്പോൾ ബംഗാൾ ഉണ്ടായിരുന്നു, ഗുജറാത്തിലെ നഗരങ്ങൾ, ഇവയൊക്കെ തുണിത്തരങ്ങൾക്ക് പേര് കേട്ട നഗരങ്ങൾ. അപ്പോൾ ഡൽഹി സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ തുണിത്തരങ്ങൾക്ക് പേര് കേട്ട നഗരങ്ങൾ ഏതൊക്കെയായിരുന്നു? ബംഗാളും ഗുജറാത്തും ഒക്കെ ആയിരുന്നു. ലാഹോർ, മുൾട്ടാൻ, ലക്നൗ എന്നിവ തിരക്കേറിയ നഗരങ്ങളായിരുന്നു. അപ്പോൾ ലാഹോർ, മുൾട്ടാൻ, ലക്നൗ തുടങ്ങിയവ എന്തായിരുന്നു? തിരക്കേറിയ നഗരങ്ങളായിരുന്നു. ഇവിടങ്ങളിൽ നിലനിന്ന തുകൽപ്പണി, ലോഹപ്പണി, പരവതാനി നിർമ്മാണം, മരപ്പണി തുടങ്ങിയ കൈത്തൊഴിലുകൾ പുറമെ തുർക്കികൾ പേപ്പർ നിർമ്മാണവും ആരംഭിച്ചു. അപ്പോൾ ഇവർ ഒരുപാട് ഏതൊക്കെയാണ്? തുകൽപ്പണി ഉണ്ടായിരുന്നു, ലോഹപ്പണി ഉണ്ടായിരുന്നു, പരവതാനി നിർമ്മാണം, മരപ്പണി തുടങ്ങിയ കൈത്തൊഴിലുകൾക്ക് പുറമെ തുർക്കികൾ എന്ത് ചെയ്തു? പേപ്പർ നിർമ്മാണം കൂടി ആരംഭിച്ചു. രാജ്യത്തെ ഭൂമി മുഴുവൻ ഇക്തകളായി തിരിച്ച് തുർക്കി പ്രഭുക്കന്മാർക്ക് വീതിച്ച് നൽകിയിരുന്നു. അപ്പോൾ രാജ്യത്തെ ഭൂമി എന്തായിട്ട് തിരിച്ചു? ഇക്തകളായിട്ടാണ് തിരിച്ചത്. ഇക്ത സമ്പ്രദായം ഇത് തുർക്കി പ്രഭുക്കന്മാർക്ക് വീതിച്ച് നൽകി. ഈ ഇക്തകളിൽ നിന്നുള്ള ഭൂനികുതി വിഹിതം പ്രഭുക്കന്മാർ പിരിച്ച് സുൽത്താന് നൽകി. അപ്പോൾ ഇക്തയിൽ നിന്ന് എന്ത് ചെയ്തു? ഈ നികുതി പിരിച്ച് ഈ സുൽത്താൻമാർക്ക് ആര് നൽകി? പ്രഭുക്കന്മാർ നൽകി. നികുതി പണമായി പിരിച്ചത് ഒരു സമ്പദ് വ്യവസ്ഥയുടെ ആവിർഭാവത്തിനും അതിലൂടെ വൻതോതിലുള്ള സാമ്പത്തിക പുരോഗതിക്കും വഴിതെളിച്ചു. അപ്പോൾ ഈ നികുതിയൊക്കെ എങ്ങനെ? പണമായിട്ടാണ് പിരിച്ചെടുത്തിരുന്നത്. അത് വൻതോതിലുള്ള സാമ്പത്തിക പുരോഗതിക്ക് വഴിതെളിച്ചു. ഇനി എന്താണ് ഇക്ത സമ്പ്രദായം എന്ന് നോക്കാം. ഡൽഹിയിലെ സുൽത്താനായിരുന്ന ഇൽത്തുമിഷിൻ്റെ കാലത്താണ് ഇക്ത സമ്പ്രദായം നടപ്പിലാക്കിയത്. അപ്പോൾ ഇക്ത സമ്പ്രദായം നടപ്പിലാക്കിയത് ഏത് സുൽത്താനാണെന്ന് ചോദിച്ചാൽ ആരാണ്? നമ്മുടെ ഡൽഹിയിലെ സുൽത്താനായിരുന്ന ഇൽത്തുമിഷ് ഏർപ്പെടുത്തിയ സമ്പ്രദായമാണ് ഇക്ത സമ്പ്രദായം.
രാജ്യത്തെ ചെറുതും വലുതുമായ ഭൂപ്രദേശങ്ങളായി തിരിച്ച് അവയെ സൈനികർ, ഉദ്യോഗസ്ഥർ, പ്രഭുക്കന്മാർ എന്നിവർക്ക് വീതിച്ച് നൽകുന്ന ഭൂമിദാന സമ്പ്രദായമാണ് ഇക്ത സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പോൾ ഇക്ത സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ഭൂമി എന്ത് ചെയ്യുന്നു, വിഭജിച്ച് ആർക്കൊക്കെ നൽകുന്നു, ഇവിടുത്തെ പ്രഭുക്കന്മാർക്കും അതുപോലെ അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കും സൈനികർക്കുമൊക്കെ വിഭജിച്ച് നൽകി. ഈ ഒരു സമ്പ്രദായമാണ് ഇക്ത സമ്പ്രദായം എന്ന് പറയുന്നത്. ദാനം നൽകിയ ഭൂപ്രദേശം ഇക്തകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സുൽത്താൻ ഭരണകാലത്തെ സാമൂഹിക ജീവിതമാണ് അടുത്ത് നമ്മൾ പറയുന്നത്. മധ്യകാല സമൂഹം നിരവധി അസമത്വങ്ങൾ നിറഞ്ഞതായിരുന്നു. സുൽത്താൻ, മുഖ്യ പ്രഭുക്കന്മാർ, മുഖദം എന്നറിയപ്പെട്ട ഗ്രാമത്തലവന്മാർ, ചെറുകിട പ്രഭുക്കന്മാർ എന്നിവർ ഉയർന്ന നിലവാരത്തിലുള്ള ജീവിതം നയിച്ചു. അപ്പോൾ ഉയർന്ന നിലവാരത്തിലുള്ള ജീവിതം നയിച്ചത് ആരൊക്കെയാണ്? സുൽത്താൻമാർ, മുഖ്യ പ്രഭുക്കന്മാർ, മുഖദം എന്നറിയപ്പെട്ട ഗ്രാമത്തലവർ, ചെറുകിട പ്രഭുക്കന്മാർ എന്നിവർ ഉയർന്ന നിലവാരത്തിലുള്ള ജീവിതം നയിച്ചു. അപ്പോൾ ഈ ഗ്രാമത്തലവന്മാരെ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? മുഖദം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും ഭൂരിഭാഗം ജനങ്ങളും നിരവധി യാതനകൾ അനുഭവിച്ചിരുന്നു. ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായി നിലനിന്ന സാമൂഹിക ഘടനയ്ക്ക് അടിസ്ഥാനപരമായ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല. സ്ത്രീ പദവിക്ക് ചെറിയ മാറ്റം വന്നതായി ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. സ്ത്രീകളുടെ സ്വത്തിന്മേലുള്ള അവകാശത്തിലാണ് പുരോഗമനപരമായി ഈ മാറ്റം കാണാൻ കഴിയുന്നത്. എന്നാൽ ജാതി വ്യവസ്ഥ തദ്ദേശീയരും ഇസ്ലാം മത വിശ്വാസികളും തമ്മിലുള്ള ഇടപെടലിനെ പരിമിതപ്പെടുത്തിയില്ല. സൈന്യത്തിൻ്റെയും ഭരണത്തിൻ്റെയും നേതാക്കൾ പലപ്പോഴും ഹിന്ദുമത വിശ്വാസികളായിരുന്നു. അപ്പോൾ സാമൂഹിക സ്ഥിതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇത്രയാണ് പറയാൻ പറ്റുന്നത്. ഇനി സാംസ്കാരിക ജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ചില സംഗീത ഉപകരണങ്ങളുടെ ചിത്രങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമ്മൾ കണ്ടിട്ടുള്ള സംഗീത ഉപകരണങ്ങളാണ് ഇവയൊക്കെ. അപ്പോൾ ഡൽഹി സുൽത്താൻമാരുടെ കാലത്താണ് ഈ സംഗീത ഉപകരണങ്ങൾ ഇന്ത്യയിലേക്ക് വന്നത്. അപ്പോൾ ഡൽഹി സുൽത്താൻമാരുടെ കാലത്ത് ഇന്ത്യയിലേക്ക് വന്ന സംഗീത ഉപകരണങ്ങളാണ് ഈ കാണിക്കുന്നത്. ഇനി ഇത്തരത്തിൽ സുൽത്താൻ ഭരണം ഇന്ത്യയുടെ സാംസ്കാരിക ജീവിതത്തെ ശക്തമായി സ്വാധീനിച്ചിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ സാംസ്കാരിക ഭരണത്തെ അവരെന്ത് ചെയ്തു? ശക്തമായി സ്വാധീനിച്ചു. ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിലും ജനജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലും വ്യത്യസ്ത രീതിയിലായിരുന്നു സുൽത്താൻ ഭരണം സ്വാധീനം ചെലുത്തിയത്. ദീർഘനാളത്തെ പരസ്പര ബന്ധത്തിലൂടെയാണ് രണ്ട് സംസ്കാരങ്ങളുടെ സമന്വയം രൂപപ്പെട്ടത്. അതിൽ ചിലപ്പോഴൊക്കെ ഉയർച്ച താഴ്ചകൾ സംഭവിച്ചിട്ടുമുണ്ട്. ഇനി സംഗീതത്തിന് പുറമെ വാസ്തുവിദ്യ, അതുപോലെ സാഹിത്യം എന്നീ രംഗങ്ങളിലും ഇവർ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അപ്പോൾ സംഗീതം മാത്രമല്ല, പിന്നെന്താണ്? വാസ്തുവിദ്യ, സാഹിത്യം എന്നീ രംഗങ്ങളിലും ഈ ഡൽഹി സുൽത്താൻമാർ എന്ത് ചെയ്തു? സ്വാധീനം ചെലുത്തി. ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന കുത്തബ് മിനാർ, തുഗ്ലക്കാബാദ് കോട്ട, ഹോസ്ഖാസ് സമുച്ചയം, ലോധി പൂന്തോട്ടം എന്നിവ വാസ്തുവിദ്യാരംഗത്തെ സംഭാവനകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഡൽഹി സുൽത്താനേറ്റിലെ വാസ്തുവിദ്യ അല്ലെങ്കിൽ സുൽത്താൻമാരുടെ വാസ്തുവിദ്യയ്ക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന കുത്തബ് മിനാർ, തുഗ്ലക്കാബാദ് കോട്ട, ഹോസ്ഖാസ് സമുച്ചയം, ലോധി പൂന്തോട്ടം, ഇതൊക്കെ ഇതിന് ഉദാഹരണമാണ്. ഇത് ഇവിടെ കുത്തബ് മിനാറിൻ്റെയും തുഗ്ലക്കാബാദിൻ്റെയും ഹോസ്ഖാസ് സമുച്ചയത്തിൻ്റെയും ഇവിടുത്തെ ലോധി പൂന്തോട്ടത്തിൻ്റെയും ഒക്കെ പടം ഇവിടെ ചിത്രം ഇവിടെ തന്നിട്ടുണ്ട്. അറബി ഭാഷയിൽ ഇക്കാലത്ത് നിരവധി കൃതികൾ രചിക്കപ്പെടുകയും ഇന്ത്യയിൽ നിന്നും ചില ശാസ്ത്രഗ്രന്ഥങ്ങളും ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങളും അറബി ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്യപ്പെടുകയും ഉണ്ടായി. അപ്പോൾ അറബി ഭാഷയിൽ ഒരുപാട് കൃതികളൊക്കെ ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു? രചിച്ചു. ഇന്ത്യയിൽ നിന്ന് ചില ശാസ്ത്രഗ്രന്ഥങ്ങളും ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങളും അറബി ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്യുകയും ചെയ്തു. തുർക്കികളുടെ വരവോടെ പേർഷ്യൻ ഭാഷ ഇന്ത്യയിലേക്ക് കടന്നു വന്നു. അപ്പോൾ പേർഷ്യൻ ഭാഷ എന്ത് ചെയ്തു? ഇന്ത്യയിലേക്ക് കടന്നു വന്നത് ആരുടെ വരവോടെയാണ്? തുർക്കികളുടെ വരവോടെയാണ്. പേർഷ്യൻ ഭാഷയിൽ മനോഹരങ്ങളായ കൃതികൾ രചിച്ച സാഹിത്യകാരനാണ് അമീർ ഖുസ്രു. ചരിത്ര രചനയും ഇക്കാലത്ത് ഒരു പ്രമുഖ ശാഖയായി വളർന്നു വന്നു. അപ്പോൾ പേർഷ്യൻ ഭാഷയിൽ കൃതികൾ രചിച്ച സാഹിത്യകാരനാണ് അമീർ ഖുസ്രു എന്ന് പറയുന്നത്. അതുപോലെ ചരിത്ര രചന ഉണ്ടായിരുന്നു. സിയാഉദ്ദീൻ ബറനി സുൽത്താൻ ഭരണകാലത്ത് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന പ്രശസ്തനായൊരു ചരിത്രകാരനാണ്. അപ്പോൾ സുൽത്താൻമാരുടെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു ചരിത്രകാരനാരെന്ന് ചോദിച്ചാൽ ആരാണ്? സിയാഉദ്ദീൻ ബറാനിയാണ്. ഉറുദു ഭാഷയും അമീർ ഖുസ്രുവുമാണ് അടുത്ത് നമ്മൾ പറയുന്നത്. ഡൽഹിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ സംസാര ഭാഷയായിരുന്നു ഹിന്ദാവിയുടെ
വിദേശ ഭാഷയായ പേർഷ്യൻ്റെയും സംയോജനത്തിലൂടെയാണ് ഉറുദു ഭാഷ വികാസം പ്രാപിച്ചത്. അപ്പോൾ ഉറുദു ഭാഷ വികാസം പ്രാപിച്ചത് ഏതൊക്കെ ഭാഷകൾ ചേർന്നിട്ടാണ്? ഹിന്ദാവിയും അതുപോലെ ഹിന്ദാവി, അതായത് ഡൽഹിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ സംസാര ഭാഷയാണ് ഹിന്ദാവി. അതുപോലെ വിദേശ ഭാഷയായ പേർഷ്യൻ്റെയും സംയോജനത്തിലൂടെയാണ് എന്ത് ചെയ്തത്? ഉറുദു ഭാഷ വികാസം പ്രാപിച്ചത്. ഉറുദു ഭാഷയുടെ വികാസത്തിൽ മധ്യകാല ഇന്ത്യയിൽ ജീവിച്ചിരുന്ന പ്രശസ്ത കവിയാണ് അമീർ ഖുസ്രു. അപ്പോൾ ഉറുദു ഭാഷയുടെ വികാസത്തിന് കാരണക്കാരനാരാണ്? മധ്യകാല ഇന്ത്യയിൽ ജീവിച്ചിരുന്ന പ്രശസ്ത കവിയായ അമീർ ഖുസ്രു ആണ്. ഒരിക്കൽ അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ഇവിടെ ചുവടെ തന്നിരിക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. 2 കാരണങ്ങളാൽ ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നു. ഒന്നാമതായി, ഇന്ത്യ എൻ്റെ ജന്മഭൂമിയാണ്. ജന്മനാടിനെ സ്നേഹിക്കുക എന്നത് ഓരോരുത്തരുടെയും വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. രണ്ടാമതായി, ഇന്ത്യ ഒരു സുന്ദര ലോകമാണ്. ഖുറാസനേക്കാൾ സുന്ദരമാണ് ഇവിടത്തെ കാലാവസ്ഥ. വർഷം മുഴുവൻ പൂക്കളും ഹരിതാഭയും നിറഞ്ഞതാണ് ഇവിടുത്തെ ഭൂപ്രകൃതി. അപ്പോൾ ഇത് ആരുടെ വാക്കുകളാണ്? അമീർ ഖുസ്രു ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഗുപ്തവർണ്ണത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യയിൽ ഭരണപരമായി ശ്രദ്ധേയമായ ഇടപെടലുകൾ നടന്നത് ഡെക്കാണിലും തെക്കേ ഇന്ത്യയിലുമായിരുന്നു. ഇവിടങ്ങളിൽ ചെറു രാജ്യങ്ങളുടെ സ്ഥാനത്ത് വലിയ ഭരണകൂടങ്ങൾ നിലവിൽ വന്നു. പ്രാദേശിക സംസ്കാരങ്ങൾ ശക്തിപ്പെട്ടു. വ്യക്തി അധിഷ്ഠിതമല്ലാത്ത രാജഭരണം ആവിർഭവിച്ചു. 8-ാം നൂറ്റാണ്ടിൽ അറബികൾ സിന്ധ് കൈവശപ്പെടുത്തിയതിനെ തുടർന്ന് ഇന്ത്യയിലേക്ക് തുർക്കികൾ കടന്നു വരികയും ഏകദേശം 300 വർഷക്കാലം ഇന്ത്യ ഡൽഹി സുൽത്താൻമാരുടെ ഭരണത്തിന് കീഴിലാവുകയും ചെയ്തു. ഇക്കാലത്ത് ഏകീകൃതവും സ്ഥിരതയുമാർന്ന ഒരു ഭരണക്രമത്തിന് ഇന്ത്യ സാക്ഷ്യം വഹിച്ചു. സാംസ്കാരിക വിനിമയത്തിൻ്റെയും സമന്വയത്തിൻ്റെയും കാലഘട്ടം കൂടിയായിരുന്നു ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. കുറച്ച് അധികം ഉണ്ടായിരുന്നു. 1 മണിക്കൂറിന് 1.25 മണിക്കൂറോളം നമ്മൾ ഇത് ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.